സർവമത സത്യവാദം എന്ന വാദം കൊണ്ടുവരുന്ന ആളുകളും അവരുടെ പല വാദങ്ങളും കേരളത്തിന്റെ പൊതുമണ്ഡലം പലതരത്തിൽ അറിഞ്ഞു തുടങ്ങുന്നതാണ്. അപ്പൊ രണ്ട് രീതിയിലാണ് അവരുടെ വാദങ്ങൾ വരാറുള്ളത്. ഒന്ന് പറഞ്ഞാൽ ഇതാണ് യുക്തിപരം, അല്ലെങ്കിൽ ഇതല്ലേ നല്ലത്, ഇതല്ലേ യുക്തിപരമായിട്ട് ശരിയായിട്ട് തോന്നുന്നത് എന്നവർ യുക്തിപരമായ വാദങ്ങൾ പറയാതെ അവർ പറയാറുണ്ട്. ഇതല്ലേ നല്ലത്, ഇതല്ലേ ചിന്തിക്കാനും യുക്തിക്കും ബുദ്ധിക്കൊക്കെ നല്ലത് എന്ന് വാദങ്ങളൊന്നും ഉണ്ടാവില്ല, പക്ഷെ പറയാൻ വേണ്ടി പറയാറുണ്ട്. രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞാൽ വൈകാരികമായിട്ട് പറയാറാണ്. അഥവാ ഇതല്ലേ എല്ലാവർക്കും ഒരുമിച്ച് പോകാൻ നല്ലത്, ഒരാളും മറ്റൊരാളുടെ വിശ്വാസത്തെ പറ്റി തെറ്റാണെന്ന് പറയേണ്ട, അതിൽ പ്രശ്നങ്ങളുണ്ടെന്ന് പറയേണ്ട, എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാൻ, ആ ഒരു സാഹോദര്യം നഷ്ടപ്പെടാതിരിക്കാൻ, ഒരു ഐക്യം നഷ്ടപ്പെടാതിരിക്കാൻ ഇതല്ലേ നല്ലത് എന്നുള്ളതാണ്. അപ്പൊ വൈകാരികമായിട്ടുള്ള എല്ലാവർക്കും ഇതല്ലേ നല്ലത് എന്നൊരു ചോദ്യവും, അതേപോലെ തന്നെ യുക്തിപരമായിട്ടുള്ള ഇതല്ലേ ശരിയായി തോന്നുന്നതെന്ന ചോദ്യമാണ് പലപ്പോഴും ചോദിക്കാറുള്ളത്. അപ്പൊ ചോദ്യങ്ങളുടെ പലതരത്തിലുള്ള ഉത്തരങ്ങളിലേക്ക് നമുക്ക് കടക്കാൻ സാധിക്കും. ആദ്യമായിട്ട് നമ്മൾ സംസാരിക്കുന്നത് ബഹുമാനായിട്ടുള്ള റഷീദ് ഉദവി അലങ്കുളാണ്. യുക്തിപരമായി ഈ വിഷയത്തെ സമീപിക്കുമ്പോൾ എന്താണ്, എങ്ങനെയാണ് നമുക്ക് ഇതിന് മനസ്സിലാക്കാൻ പറ്റുക? അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ റസൂലില്ലാഹി. പ്രിയമുള്ളവരെ, യുക്തിപരമായി സർവവേദ സത്യവാദവും സർവമത സത്യവാദവും തന്നെയല്ലേ ശരി എന്ന് ഈസിയായിട്ട് ആളുകൾ വീണ് പോകുന്ന ഒരു ലോജിക്കാകും. യഥാർത്ഥത്തിൽ യുക്തി എന്ന് പറഞ്ഞ സംഭവം തന്നെ ട്രഡീഷന് മുകളിൽ ഇങ്ങനെ ഒരുപാട് ട്രഡീഷൻസ് ഉണ്ട്, വൈവിധ്യങ്ങളുണ്ട്. അതിന് മുകളിൽ ഇങ്ങനെ ഞെളിഞ്ഞിരിക്കുന്ന ഒരു സംഭവമായിട്ടാണ് യുക്തിയെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. യുക്തിയുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് എല്ലാം തീരുമാനിക്കാൻ പറയുകയാണ് ചെയ്യുക. പക്ഷേ യുക്തി തന്നെ പല ട്രഡീഷനിലും അകത്ത് രൂപപ്പെട്ടു വരുന്നതാണെന്നാണ് പലരും പറഞ്ഞിട്ടുള്ളത്. വിറ്റ്ഗൻസ്റ്റൈൻ എന്നൊരു ഫിലോസഫർ ഉണ്ട്. അദ്ദേഹം പറയുന്ന ലോജിക്കിന് തന്നെ, ഒരു ലോജിക്ക് രൂപപ്പെട്ടു വരുന്നത് തന്നെ ഒരു പ്രത്യേക ട്രഡീഷൻ അകത്തുനിന്നാണ്. അപ്പം ഈ സർവമത സത്യവാദം ഉണ്ടെങ്കിലേ മതങ്ങളെല്ലാവരും തമ്മിൽ സഹിഷ്ണുത ഉണ്ടാവുള്ളൂ എന്നുള്ളത് ഒരു യൂറോപ്യൻ സാധന. ഉദാഹരണത്തിന് ഫ്രഞ്ച് ഫിലോസഫർ റൂസോ പറയുന്നുണ്ട്, സിവിക് ഇൻടോളറൻസ് ഉണ്ടെങ്കിൽ, തിയോളജിക്കൽ ഇൻടോളറൻസ് ഉണ്ടെങ്കിൽ സിവിക് ഇൻടോളറൻസും ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ എൻ്റെ മതമാണ് ശരി, എൻ്റെ മതത്തിൽ വിശ്വസിച്ചാലേ സാൽവേഷൻ ഉണ്ടാവുള്ളൂ, മുക്തി ഉണ്ടാവുള്ളൂ എന്നൊരാൾ പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അയാളുടെ കൂടെ ജീവിക്കാൻ നമുക്ക് പറ്റാതാവും. അസഹിഷ്ണുത വരും എന്നാണ് അദ്ദേഹത്തിൻ്റെ തിയറി. യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. മതങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളും മതത്തെ അവർ മനസ്സിലാക്കിയ ചരിത്രാനുഭവവും ഒക്കെ വളരെ ഈസ്റ്റേൺ സമൂഹങ്ങൾ മനസ്സിലാക്കിയതുപോലെ ആയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം കൂടി ഒന്നാണെന്ന് പറഞ്ഞാലേ മുന്നോട്ട് പോകുള്ളൂ എന്നൊരു ചരിത്രപരമായ പ്രതിസന്ധി അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ മുന്നോട്ട് വെച്ച യുക്തിയിൽ എല്ലാം ഒരുമിച്ച് പോകണം എന്നുള്ളതായിരുന്നു. പക്ഷെ അവർ കൊണ്ടുവന്ന യുക്തികളൊക്കെ എല്ലാവരെയും അവർ അടിച്ചേൽപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഈ അക്ബർ ഖാന്റെ പുസ്തകം തന്നെ ഇപ്പോൾ ഈ ക്ലാസിക്കൽ ഒരു കാറ്റഗറിയിൽ പെടുത്താം, കമ്പാരിറ്റീവ് റിലിജിയനിലെ ഒരു ക്ലാസിക് വർക്കായിട്ട് ഉൾപ്പെടുത്താം. 4-ാം നൂറ്റാണ്ടിലെ അബുൽ ഹസൻ അൽ ആമിരി എന്ന് പറയുന്ന ഒരു പണ്ഡിതനുണ്ട്. അദ്ദേഹം അൽ കിന്ദിയുടെ ഒക്കെ സ്കൂൾ ഓഫ് തോട്ടിൽ പെട്ട ആളായിരുന്നു. ഏകദേശം അതേ സ്ട്രക്ചറിലാണ് ഈ പുസ്തകം പോയിട്ടുള്ളത്. ആ പുസ്തകം ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. ആ പുസ്തകം വിശ്വാസം, ആചാരം, പിന്നെ സിവിലൈസേഷണൽ റോള്, എന്തെല്ലാം നാഗരിക ദൗത്യമാണ് ഓരോ മതങ്ങളും നിർവഹിച്ചത്, അങ്ങനെ ഓരോ കാറ്റഗറിയിൽ എല്ലാ മതങ്ങളെയും പരിചയപ്പെടുത്തുക. ക്രിസ്ത്യാനിറ്റി, ഹിന്ദുയിസം, ജൂതായിസം എല്ലാത്തിനെയും പരിചയപ്പെടുത്തുക, സാബിയനിസം എല്ലാത്തിനെയും പരിചയപ്പെടുത്തുക. ആ ഒരു രീതിയാണ് അതിൽ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യുക്തിയെക്കുറിച്ച് പറഞ്ഞതാ, സസ്പെൻഷൻ ഓഫ് ജഡ്ജ്മെന്റ് ആണ് അവരുടെ യുക്തി. എന്ന് പറഞ്ഞാൽ ഒന്നിനെയും ജഡ്ജ് ചെയ്യേണ്ട. ഞാൻ നേരത്തെ പറഞ്ഞ കാവട്യം, അത് ഗ്രീക്ക് ഒരു ടേമാണ്, എപ്പോഷെ, സസ്പെൻഷൻ ഓഫ് ജഡ്ജ്മെന്റ്. എല്ലാം മനസ്സിലാകുന്നു, നമ്മൾ ഒരുപാട് ഡാറ്റ കളക്ട് ചെയ്തു മനസ്സിലാക്കി, എന്നിട്ട് അതിലൊരു ജഡ്ജ്മെന്റ് നമ്മൾ എടുത്തിട്ടില്ലെങ്കിൽ അത്ര വലിയ കാപട്യം വേറെ എന്താ ഉള്ളത്? ഒരാള് ഒരുപാട് ട്രഡീഷൻസിനെ കുറിച്ച് മനസ്സിലാക്കാൻ കുത്തിയിരുന്ന് പഠിച്ചു മുഴുവൻ സാധനങ്ങളും, എന്നിട്ട് ഒരുപാട് ഡാറ്റ സമാഹരിച്ചു, എന്നിട്ട് അത് മുന്നിൽ വെച്ചിട്ട് ഇത് മുഴുവൻ ശരിയാണ് എന്ന് പറയാൻ കഴിയില്ലല്ലോ. അതിനും ആ കളക്ട് ചെയ്ത ഡാറ്റയോട് ചെയ്യുന്ന മിനിമം ജസ്റ്റിസ്, നീതി എന്ന് പറഞ്ഞാൽ അത് ഒരു ജഡ്ജ്മെന്റിന് തയ്യാറാവുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ജഡ്ജ്മെന്റിന് എല്ലാവരും തയ്യാറാവണം എന്നുള്ളതാണ്. തയ്യാറായിക്കൊണ്ട് തന്നെ മറ്റുള്ളവരോട്, മറ്റുള്ള മതങ്ങളോട്, മറ്റുള്ള ട്രഡീഷൻ പിന്തുടരുന്നവരോട് ബഹുസ്വരതയിൽ ജീവിക്കാം എന്ന് മുസ്ലിം നാഗരികത തെളിയിച്ചതാണ്. അപ്പോൾ ബഹുസ്വരതയോടെയും മൈത്രിയോടെയും ജീവിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാവരും തമ്മിൽ കോംപ്രമൈസ് ചെയ്യണം എന്ന് യൂറോപ്യൻ യുക്തി. അതേസമയം നമ്മുടെ ജീവിതാനുഭവം
എല്ലാം ശരി, നമ്മുടേത് മാത്രമാണ് ശരി എന്ന് വിശ്വസിക്കുമ്പോഴും മറ്റുള്ളവരുടെ ശരികളെ മാനിച്ച് ജീവിക്കാം എന്നത് നമ്മുടെ യുക്തി. അപ്പോൾ ആ യുക്തി എന്ന് പറയുന്നത് വളരെ കേവലമായിട്ട് ട്രഡീഷൻസിനോടുള്ള ബന്ധം വെച്ച് നോക്കുക എന്നുണ്ടെങ്കിൽ അതിങ്ങനെ എല്ലാത്തിൻ്റെയും മുകളിൽ കസേരട്ടിരിക്കുന്ന ഒരു സംഭവമായിട്ട് നമ്മൾ അതിനെ മനസ്സിലാക്കുന്നില്ല. ഇത്തരം കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമേ ഈ പുസ്തകത്തെയും ഈ ചർച്ചയും സമീപിക്കാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. യുക്തിപരമായ ഏറ്റവും വലിയ അബദ്ധം നമ്മൾ പറഞ്ഞു വെച്ചത്. അതായത് ഒരേ സമയം നേർവിപരീതമായിട്ട് തോന്നുന്ന പല പല വിഷയങ്ങളും ഒരേ സമയം ശരിയാണെന്ന് പറയാം. ഒരേ സമയം ഒറ്റ ദൈവമേ ഉള്ളൂ, പക്ഷെ ദൈവം എന്ന് പറഞ്ഞാൽ മൂന്നും കൂടി ഒന്നാണെന്ന് പറയാം. അഥവാ ക്രൈസ്തവത വിശ്വസിക്കുന്നതാണല്ലോ. ക്രൈസ്തവതയും ഇസ്ലാമും ശരിയാണെന്ന് പറഞ്ഞാൽ ദൈവം ഒന്നേ ഉള്ളൂ, പക്ഷെ ദൈവം ട്രിനിറ്റി അഥവാ മൂന്നും കൂടി ഒന്നാണ്. ഇത് രണ്ടും ഒരേ സമയം ശരിയാവാം. അതുപോലെ തന്നെ ഹൈന്ദവതയുടെ വിശ്വാസപ്രകാരമുള്ള അനേകം ദൈവങ്ങൾ, ചില ഭാഷയിൽ പറഞ്ഞാൽ 33 ദൈവങ്ങൾ. ഒന്നേ ഉള്ളൂ, പക്ഷെ 33 ഉണ്ട്. ഒന്നേ ഉള്ളൂ, പക്ഷെ അത് ഒന്നും കൂടി 3 ഒരേ സമയം എങ്ങനെയാണ് ഇവയെല്ലാം ശരിയാകുന്നത്? ഒരു കാര്യം ഒന്നാവുകയും ഒന്നല്ലാതിരിക്കുകയും ഒരേ സമയം എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഒരേ സമയം പരലോക സങ്കല്പത്തെ സംബന്ധിച്ച് പുനർജനനം, ഈ ലോകത്ത് തന്നെ പുനർജനിക്കുമെന്ന് വിശ്വാസം ഒരു ഭാഗത്ത് ഉണ്ടാവുക, മറ്റൊരു ഭാഗത്ത് ഈ ലോകം അല്ലാത്ത വേറൊരു ലോകം, സ്വർഗവും നരകവും അറ്റമില്ലാത്ത ജീവിതക്കൾ വേറൊരു ലോകം ഒരുക്കപ്പെടുന്ന വിശ്വാസം ഉണ്ടാവുക. ഇത് രണ്ടും ഒരേ സമയം ശരിയാണെന്ന് പറയുക, അതെങ്ങനെയാണ് സംഭവിക്കുക? അതേപോലെ മനുഷ്യനെ സംബന്ധിച്ച്, മനുഷ്യൻ ആരാണ്? മനുഷ്യൻ എല്ലാവരും ദൈവത്തിന്റെ സൃഷ്ടിയാണ്, ഒറ്റ പിതാവിന്റെയും മാതാവിന്റെയും മക്കളാണ് എന്നൊരു ഭാഗത്ത് പറയുക, അതും ശരിയാണ്. എന്നാൽ മനുഷ്യർ ബ്രാഹ്മൺ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്ന് പറയുന്ന പല കട്ടുകളാണെന്നും അത് ദൈവത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടതാണെന്നും അവർക്ക് വ്യത്യസ്തമായിട്ടുള്ള ശ്രേഷ്ഠതയാണെന്നും അവരുടെ മുൻ ജന്മങ്ങൾ ഈ ജനനത്തിന് കാരണമാണെന്നുമുള്ള ഇത് രണ്ടും ഒരേ സമയം ശരിയാവുക. അത് സ്വാഭാവികമായിട്ട് യുക്തിപരമായി എന്ന് പറയുന്ന പോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഡാറ്റകൾ അത് നമ്മുടെ മുന്നിൽ അവയുടെ ഡീറ്റെയിൽസോട് അവൈലബിൾ ആയിരിക്കെ അവയോട് ആ വ്യത്യാസം കാണാതെ അവയെ സമീപിക്കുന്നത് ആ ഡാറ്റകളോട് ചെയ്യുന്ന അനീതി എന്നുള്ളതാണ്. അപ്പോൾ അതിലേക്കാണ് പോകുന്നത്. അഥവാ ഈ മതങ്ങളോട് ചെയ്യുന്ന അനീതിയാണിത്. ഈ മതങ്ങൾ പറയുന്നതല്ല, ഇവർ മതങ്ങളെ പറ്റി പറയുന്നതാണ്, പക്ഷെ മതങ്ങൾ പറയുന്നതല്ല. ഞങ്ങൾ ഇസ്ലാമിനെയും ഹൈന്ദവരെയും ക്രൈസ്തവരെയൊക്കെ യോജിപ്പിക്കാൻ വന്നിക്കുക. എങ്ങനെ വന്നിട്ടുള്ളത്? ഇസ്ലാമും ഹൈന്ദവരെയും ക്രൈസ്തവരെയും പറയാത്തൊരു കാര്യം കൊണ്ട്. അപ്പോൾ നമ്മൾ ശരിക്കും പരിശോധിക്കുന്നത് അതിലേക്കാണ്. അപ്പോൾ ഈ മതങ്ങൾ ശരിക്കും ഇതാണോ പറയുന്നത്? ആദ്യമായിട്ട് ഇസ്ലാം ശരിക്കും ഇതാണോ പറയുന്നത്? എല്ലാ മതങ്ങളും ഒരേപോലെയാണ്, എല്ലാ മതങ്ങളും ശരിയാണ് എന്നാണ് ഇസ്ലാം പറയുന്നത്? ആദ്യത്തെ സംസാരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ കുറിച്ച് അറിയാത്ത അല്ലെങ്കിൽ ഇസ്ലാമിനെ കുറിച്ച് അറിയാൻ ശ്രമിക്കാത്ത ആളുകളാണ് ഇസ്ലാമിന്റെ പേരിൽ ഇത്തരം വാദങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന വസ്തുത ആദ്യമായി നമ്മൾ മനസ്സിലാക്കണം. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം ഒരു ജീവിത സംഹിതയാണ്. നമ്മളൊരു ഏതെങ്കിലും ഒരു സംഘടനയോ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് ഇസ്ലാമിനെ കാണുമ്പോഴാണ് ഇതൊക്കെ ഒരുമിച്ച് പോകാം എന്ന് ചിന്തിക്കാൻ കഴിയുക. ഇസ്ലാം എങ്ങനെയാണ് ജീവിക്കേണ്ടത്? ഇസ്ലാമിന്റെ പദങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ തന്നെ സമാധാനം, പീസ്, സബ്മിഷൻ, സമർപ്പണം എന്നൊക്കെയാണ് ഇസ്ലാം ആ പദത്തിന്റെ അർത്ഥം തന്നെ വരുന്നത്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞ അഫഗൈറ ദീനില്ലാഹി യബ്ഗൂൻ വലഹു അസ്ലമ മൻ ഫിസ് സമാവാതി വൽ അർളി തൗഅൻ വകർഹൻ വഇലൈഹി യുർജഊൻ. അള്ളാഹുവിന്റെ മതമല്ലാത്ത മറ്റു വല്ല മതമാണോ അവർ ആഗ്രഹിക്കുന്നത്? വലഹു അസ്ലമ മൻ ഫിസ് സമാവാതി വൽ അർളി, ആകാശ ഭൂമികളിലുള്ളതെല്ലാം തന്നെ തൗഅൻ വകർഹൻ, നിർബന്ധപൂർണമായിക്കൊണ്ടോ അല്ലെങ്കിൽ അനുസരണപൂർണമായിക്കൊണ്ടോ അവന് കീഴൊതുങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മതമാണ് ഇസ്ലാം. ആ ഇസ്ലാമിന് പിന്നെ അള്ളാഹുവിന്റെ മതമാണ് ഇസ്ലാം. ഈ ആകാശ ഭൂമിയിലുള്ളതല്ല അള്ളാഹുവിനെ സമർപ്പിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത് എന്ന് വളരെ കൃത്യമായി പരിശുദ്ധ ഖുർആൻ പറയാം. അപ്പൊ അങ്ങനെ ഈ ഭൂമിയിലുള്ള ഓരോന്നും പിന്നെ ഓരോരുത്തരും തന്റെ ജീവിതത്തെ സമർപ്പിക്കുമ്പോഴാണ്, പൂർണ്ണമായും അള്ളാഹുവിന് സമർപ്പിക്കുമ്പോഴാണ് മുസ്ലിമായി മാറുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് സമർപ്പിക്കേണ്ടത് എന്നുള്ളത് ഒരു ചോദ്യമാണ്. അത് എങ്ങനെ ജീവിക്കണം എന്നുള്ളത് ഒരു ചോദ്യമാണ്. ഈ എല്ലാ രൂപത്തിലും ജീവിക്കുന്ന ആളുകൾ ഈ സബ്മിഷന്റെ ഭാഗമാകുമോ, അല്ലെങ്കിൽ തോന്നിയതുപോലെ പ്രവർത്തിക്കുന്ന ആളുകൾ ഈ ഒരു സബ്മിഷന്റെ ഭാഗമാകുമോ? അവിടെ കൃത്യമായി ഓരോ കാലഘട്ടത്തിലും പ്രവാചകന്മാർ ഈ ഒരു മെസ്സേജ് കൈമാറിയിട്ടുണ്ട്. എല്ലാ കാലഘട്ടങ്ങളിലും പ്രവാചകന്മാർ വന്നു. ആ പ്രവാചകന്മാരെല്ലാം ഈ ഒരു ദൈവികമായ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ സന്ദേശമാണ് സമൂഹത്തെ പഠിപ്പിച്ചത്. ആ പ്രവാചകന്മാരിൽ വിശ്വസിക്കുവാനും പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഖുൽ ആമന്ന ബില്ലാഹി വമാ ഉൻസില അലൈന വമാ ഉൻസില അലാ ഇബ്രാഹീമ വ ഇസ്മാഈല വ ഇസ്ഹാഖ വ യഅഖൂബ വൽ അസ്ബാത്ത് വമാ ഊതിയ മൂസ വ ഈസ വൻ നബിയ്യൂന മിർ റബ്ബിഹിം
ലാ നുഫദ്രിഖു ബൈന അഹദിൻ മിൻകും വനഹ്നു ലഹു മുസ്ലിമൂൻ. മുൻഗാമികളായ ഓരോ പ്രവാചകന്മാരെയും അവരിൽ വിശ്വസിക്കൽ ഒരു മുസ്ലിമിന്റെ ബാധ്യതയാണ്. അപ്പോ ഈ പ്രവാചകന്മാരാണ് എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന അള്ളാഹുവിന്റെ സന്ദേശത്തെ വളരെ കൃത്യമായി ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുത്തുള്ളത്. ആ മതമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം എന്നുള്ളത്. ലോകത്തിലേക്ക് വന്ന പ്രവാചകന്മാർ പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. അപ്പൊ ഈ പ്രവാചകന്മാർ എല്ലാവരും പഠിപ്പിച്ചത് ഈ ദൈവികമായ സന്ദേശമാണ്. ആ സന്ദേശത്തിൽ വക്രതയില്ലാതെ ആളുകളെ പഠിപ്പിക്കുകയും അതിനനുസരിച്ച് ജീവിക്കുവാൻ വേണ്ടി കൃത്യമായി പഠിപ്പിക്കുകയുമാണ് പ്രവാചകന്മാർ ചെയ്തത്. അപ്പൊ ഇതിൽ നിന്ന് തന്നെ പിന്നെ ഈ ഒരു മാർഗമാണ് അള്ളാഹുവിന്റെ മാർഗം, ദീനുള്ള എന്ന് പറയുന്ന അള്ളാഹുവിന്റെ മതം എന്ന് പറയുന്നത്. അവിടെ പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പറഞ്ഞൊരു കാര്യം, ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അള്ളാഹു മതമായി സ്വീകരിക്കുന്നത് ഇസ്ലാം മാത്രമാണ്. ഇസ്ലാം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലോകത്തിലേക്ക് വന്ന പ്രവാചകന്മാർ മുഴുവനും പഠിപ്പിച്ച ഇസ്ലാം, ആ ഇസ്ലാമാണ് അള്ളാഹു സ്വീകരിക്കുന്ന മതം. അതല്ലാത്ത വല്ല മതമാണ് ഫമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീന ഫലൻ യുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. ആരെങ്കിലും ഇസ്ലാം അല്ലാത്ത മറ്റു വല്ല മതമാണോ ആഗ്രഹിക്കുന്നത് എങ്കിൽ അത് അള്ളാഹു സ്വീകരിക്കില്ല എന്ന് മാത്രമല്ല, അവസാനം അവർ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോകും എന്ന് പരിശുദ്ധ ഖുർആൻ പറയണം. അപ്പൊ ഇവിടെ വളരെ കൃത്യമായി അള്ളാഹു ഒരു ദീനിനെ പരിചയപ്പെടുത്തുന്നു. അത് എങ്ങനെയാണ് ആ ദീനിലേക്ക് പ്രവേശിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുന്നു. ആ ദീനിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾക്കാണ് മരണാനന്തര ജീവിതത്തിൽ മോക്ഷം ലഭിക്കുന്നത് എന്ന് പഠിപ്പിക്കുന്നു. അപ്പൊ ഇനി അതിൽ നിന്ന് വ്യതിചലിക്കുന്ന ആളുകൾക്ക് എല്ലാവിധ സ്വാതന്ത്ര്യമുണ്ട്. ഈ ദീൻ ഇല്ലാതെ ഈ ദീനിൽ നിന്ന് ഒരാൾക്ക് മാറി ജീവിക്കാം, വേറെ മതത്തിന്റെ ആളുകളായി ജീവിക്കാം. അതോടൊപ്പം തന്നെ ഒരു മതമല്ലെങ്കിൽ അവർക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അഭിപ്രായ സ്വാതന്ത്ര്യം ഓരോരുത്തർക്കുമുണ്ട്. ലാ ഇക്രാഹ ഫിദ്ദീൻ. അവിടെ മതത്തിൽ ഒരു ബലാത്കാരമില്ല. അവരെ നമ്മൾ നിന്ദിക്കേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും ഒരു മതത്തിന്റെ ആളുകളെ അവരോട് മോശമായി സംസാരിക്കേണ്ട ആവശ്യമില്ല. അവിടെയൊക്കെ എങ്ങനെയാണ് അവരോട് വളരെയധികം സഹവർത്തിത്വത്തോടുകൂടെ പെരുമാറേണ്ടത് എന്നതടക്കം കൃത്യമായി ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അയൽവാസി വിശന്നിരിക്കുമ്പോൾ വയറു നിറയെ ഭക്ഷണം കഴിക്കുന്നവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനം അവിടെ പ്രസക്തമാവുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇസ്ലാം എന്നുള്ളത് മോക്ഷത്തിന്റെ മാർഗമായി ലോകത്തിലേക്ക് വന്ന പ്രവാചകന്മാരെല്ലാം അവതരിപ്പിച്ച മതമാണ്. അപ്പൊ അതിൽ കൃത്യമായ ചില നിയമങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടാകും. ആ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിക്കുമ്പോഴാണ് മുസ്ലിമായി തീരാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ നിയമങ്ങൾക്ക് വിരുദ്ധമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഉണ്ടാകും. അതൊക്കെ ശരിയാണ് എന്നോ അല്ലെങ്കിൽ അത് ഇതിന്റെ ഭാഗമാണോ എന്നോ ഒരിക്കലും പറയാൻ കഴിയില്ല. മറിച്ച് അത് അങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അങ്ങനെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അവർക്ക് അങ്ങനെ ജീവിക്കാം. പക്ഷെ ദൈവികമായ മതം ഈ രൂപത്തിലാണ് പറയുന്നത് എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. ഇസ്ലാം അടക്കമുള്ള എല്ലാ മതങ്ങളെയും വിളിച്ച് നമുക്കെല്ലാം ഒരുമിച്ചിരിക്കാം, നമുക്കെല്ലാം ഒരൊറ്റ പോയിന്റിലേക്ക് എത്താം, നമുക്കെല്ലാം ഒരൊറ്റ ആശയത്തിലേക്ക് എത്താം എന്ന് പറയുന്ന ആളുകൾ ആ ന്യൂനപക്ഷം പറയുന്ന ആശയം എന്ത് ചെയ്യണം? ഈ ഭൂരിപക്ഷം സ്വീകരിക്കണം. മുസ്ലിങ്ങളായിട്ടുള്ള, ക്രൈസ്തവരായിട്ടുള്ള, ഹൈന്ദവരായിട്ടുള്ള, ജൂതന്മാരായിട്ടുള്ള എല്ലാ ആളുകളും എന്ത് ചെയ്യണം? ഈ ഭൂരിപക്ഷം ഈ ന്യൂനപക്ഷത്തിന് വേണ്ടി എന്ത് ചെയ്യണം? അവരുടെ ആശയത്തിൽ മാറ്റം കൊണ്ടുവരണം. ഇസ്ലാം പറയുന്നത് ഇവർ പറയുന്നതല്ല. അവിടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ഇസ്ലാം എന്താണ് പറയുന്നത് പറഞ്ഞു. ആ ആശയം എന്ത് ചെയ്യണം? ഈ ന്യൂനപക്ഷത്തിന് വേണ്ടി മാറ്റണം. എന്തിനാ മാറ്റുന്നത്? ഐക്യം ഉണ്ടാക്കാൻ, എല്ലാവരും ഒരുമിച്ചിരിക്കാൻ വേണ്ടി. ഇത് ഇസ്ലാമിന്റെ വിഷയത്തിൽ മാത്രമല്ല, മറ്റു മതങ്ങളുടെ വിഷയത്തിലും. മറ്റു മതങ്ങളും യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ എല്ലാ മതങ്ങളും ഒന്നാണ് എന്നാണോ പറയുന്നത്? അതോ ആ ഒരു സ്പേസ് അത് മതങ്ങളും തരുന്നുണ്ടോ? അതോ ആ മതങ്ങളെയും ഇവർ ദുർവ്യാഖ്യാനിക്കുകയാണെന്നുള്ളതാണ്. അതേപോലെ തന്നെ ആ മതസ്ഥരടങ്ങുന്ന ഈ സമൂഹത്തിനോട് പോയിട്ട് ഇങ്ങനെ ഒരു ആശയം പറയുകയാണെങ്കിൽ എന്തായിരിക്കും അവരിലുണ്ടാകുന്ന മാറ്റം? ആ സമൂഹത്തിൽ ടോട്ടലി ഈ മുഴുവൻ സൊസൈറ്റിയിൽ എന്തായിരിക്കും, അത് എങ്ങനെയായിരിക്കും എഫക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ സംസാരിക്കുന്ന മുമ്പിനായിട്ട് ഡോക്ടർ മുഹമ്മദ് നജീബാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ അലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. നമ്മൾ ഈ സംസാരം, ഈ ചർച്ച ശ്രദ്ധിക്കുമ്പോൾ ഒരു ഭാഗത്ത് നിൽക്കുന്നത് മത വൈവിധ്യത്തിലും മത സൗഹാർദ്ദത്തിലൊക്കെ വിശ്വസിക്കുന്നവരും, വേറൊരു ഭാഗത്ത് അതിലൊന്നും വിശ്വസിക്കാത്ത മാനവ വിരുദ്ധരായ കുറെ ആളുകളും. അങ്ങനെയല്ല നമ്മൾ ഈ ചർച്ചയെ സമീപിക്കേണ്ടത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മനുഷ്യന്റെ ഏറ്റവും അടിസ്ഥാനപരമായ സംഗതി, ഇപ്പൊ ഞാൻ ചോദിച്ചു കഴിഞ്ഞാല് ഇന്ന് എന്താ ദിവസം എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തായിരിക്കും ഉത്തരം പറയാ? പറഞ്ഞോളി, ഞാൻ ചോദിക്കുക തന്നെയാണ്.
വെള്ളിയാഴ്ചയാണ്, ഇന്ന് ശനിയാഴ്ച ആയിക്കൂടെ? സാധ്യമാണോ എന്ന് ചോദിച്ചാൽ സാധ്യമല്ല. സാധാരണ ലോജിക്കിൽ പറയാറുണ്ട്, ഇതാണ് ലോ ഓഫ് നോൺ കോൺട്രാഡിക്ഷൻ എന്ന് പറയുന്ന വസ്തുത. ഒരേ സമയം ഒരു ദിവസം വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ആകാൻ സാധ്യമല്ല. ഇന്ന് വെള്ളിയാഴ്ചയാണെങ്കിൽ ശനിയാഴ്ച അല്ല, ശനിയാഴ്ചയാണെങ്കിൽ വെള്ളിയാഴ്ച അല്ല, അല്ലെങ്കിൽ ബുധനാഴ്ച അല്ല എന്നുള്ള ഒരു തത്വമാണ്. ഇതേപോലെ തന്നെ ഏത് മതത്തിൽ നോക്കിക്കഴിഞ്ഞാലും ദൈവം ഒന്നാണെങ്കിൽ അത് പിന്നെ മൂന്നാവാൻ സാധ്യമല്ല. മൂന്നാണെന്ന് ഒരാൾക്ക് പറയാമോ എന്ന് ചോദിച്ചാൽ പറയാം, അയാൾക്കത് വിശ്വസിക്കാം, അയാൾക്കത് പ്രാക്ടീസ് ചെയ്യാം. അതിനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യ രാജ്യത്തിന്റെ നമ്മുടെ ഭരണഘടന നൽകുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഒന്നാണെന്ന് വിശ്വസിക്കുകയും അതേസമയം മൂന്നാണെന്ന് നിങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. അത് അയാൾക്ക് തിരിച്ചും സാധിക്കില്ല, അല്ലേ? മരിച്ചതിന് ശേഷം ഒരു പുനർജന്മമാണ് ഉള്ളത് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, പുനർജന്മ സിദ്ധാന്തത്തിലാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ, പരലോക വിശ്വാസത്തെ നിങ്ങൾക്ക് അംഗീകരിക്കാൻ സാധ്യമല്ല. പരലോക വിശ്വാസത്തെ വിശ്വാസമായി സ്വീകരിക്കുന്ന ഒരു മനുഷ്യനെ നിങ്ങൾക്ക് ആദരിക്കാനും അയാൾ അംഗീകരിക്കാനും അയാളുടെ സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കാനൊക്കെ പറ്റും. പക്ഷെ നിങ്ങൾക്ക് പുനർജന്മ സിദ്ധാന്തം എന്ന ഒന്നിനെ വിശ്വസിക്കാനോ അല്ലെങ്കിൽ തിരിച്ചയാൾക്ക് വിശ്വസിക്കാനോ സാധ്യമല്ല. ഇതാണ് ഓരോ മതത്തിനും. മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ തന്നെ ഇനി ജാലും ഫിന്ദർലി ഖലീഫ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ സമയത്ത് തന്നെ മലക്കുകൾ ചോദിക്കുന്നുണ്ട്, എന്തിനാ ആ പരിപാടി, എന്തിനാ തജലു ഫിഹ മൻ യുഫ്സിദു ഫിഹ വയസ്ഫികു ദിമാ, എന്തിനാ പടച്ചോനെ അങ്ങനെ രക്തം ചിന്തുകയും കലാപം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വിഭാഗത്തെ സൃഷ്ടിക്കുന്നതെന്ന് മലക്കുകൾ ചോദിക്കാൻ. എന്താ ചോദ്യത്തിന്റെ അർത്ഥം? ചോദ്യത്തിന്റെ അർത്ഥം തെരഞ്ഞെടുപ്പിന് സ്വാതന്ത്ര്യമുള്ള ഒരു വിഭാഗത്തെയാണ് പടച്ചോൻ സൃഷ്ടിക്കാൻ പോകുന്നതെന്ന് മലക്കുകൾക്ക് മനസ്സിലായി. തെരഞ്ഞെടുപ്പിന് സ്വാതന്ത്ര്യമുള്ള ഏത് വിഭാഗത്തെ സൃഷ്ടിച്ചു കഴിഞ്ഞാലും വ്യത്യസ്തമായ തെരഞ്ഞെടുപ്പുകൾ ഉണ്ടാവും ഉറപ്പാണ്. കുറെ ആളുകൾ ഒരു കാര്യം വിശ്വസിക്കും, കുറെ ആളുകൾ മറ്റൊരു കാര്യം വിശ്വസിക്കും, സംഘർഷമുണ്ടാകും എന്നാണ് അവർ ഭയപ്പെടുന്നത്. എന്നാൽ അള്ളാഹുവിന്റെ സമീപത്ത്, അള്ളാഹിന്റെ അടുത്ത് വേറെ പ്ലാൻ ഉണ്ടായിരുന്നു. അത് ഹിദായത്തിന്റെ പ്ലാനാണ്. ഏത് വ്യത്യസ്തമായി ചിന്തിക്കുന്ന മനുഷ്യന് മുമ്പിലും സത്യം തിരിച്ചറിയാനുള്ള മാനദണ്ഡം നൽകിയാൽ അവരിൽ ഒരു വിഭാഗം സത്യത്തെ പിൻപറ്റുന്ന അള്ളാഹ്ക്ക് അറിയാം. അതുകൊണ്ടാണ് ഇനിയാലും മാലാ താലമോ എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഇത് മനുഷ്യന്റെ അടിസ്ഥാനപരമായ സ്വാതന്ത്ര്യമാണ്. വഴികൾ തിരഞ്ഞെടുക്കുക, വഴികൾ തിരയുക, അതിൽ നിന്ന് ഏറ്റവും ശരിയായതിലേക്ക് അന്വേഷിക്കുക, ആ അന്വേഷണത്തിൽ ഏറ്റവും ശരിയായത് കണ്ടെത്തുക എന്ന മനുഷ്യന്റെ ജന്മസിദ്ധമായ സ്വാതന്ത്ര്യത്തെയാണ് നമ്മളെല്ലാം ഒന്നാക്കാൻ ശ്രമിക്കുമ്പോൾ തടയിടുന്നത്. അത് പറ്റില്ല എന്നാണ് നമ്മൾ പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു ഇങ്ങനെ വരുന്നതായിട്ട് സങ്കല്പിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വരിക, ഒരുപാട് ദീർഘമായ അന്വേഷണങ്ങൾക്ക് ശേഷമാണ് വരുന്നത്. അപ്പൊ റസൂൽ ചോദിക്കുകയാണ്, എവിടുന്നാ വരുന്നത്, എന്താ ഇങ്ങനെ പരിചയപ്പെടുകയാണ്. നമ്മൾ ഇമാജിനറി ആയിട്ട് സങ്കല്പിച്ച് നോക്കാം. എന്നിട്ട് നിങ്ങൾ എന്താ വിശ്വസിക്കുന്നത്? ഞാൻ ക്രിസ്ത്യാനിറ്റിയിലാണ് വിശ്വസിക്കുന്നതെന്ന് അദ്ദേഹം പറയാം. അദ്ദേഹം ക്രൈസ്തവ വിശ്വാസിയായിരുന്നു ഒരു ഘട്ടത്തിൽ. അപ്പോൾ പറയാം, അപ്പൊ നിങ്ങൾ ഇനി ഇസ്ലാമിലേക്കല്ല വരേണ്ടത്, ക്രിസ്തുമത ഗ്രന്ഥങ്ങൾ വായിച്ച് ക്രിസ്ത്യാനി ആവുകയാണ് ചെയ്യേണ്ടതെന്നാണ് അദ്ദേഹത്തോട് യഥാർത്ഥത്തിൽ പറയേണ്ടത്. പക്ഷെ റസൂൽ അത് പറഞ്ഞില്ല. അല്ലെങ്കിൽ അതിനു മുമ്പ് അദ്ദേഹം മജൂസിയായിരുന്നു. മജൂസി എന്നുള്ള നിലക്ക് അതിന്റെ ഗ്രന്ഥങ്ങൾ തപ്പിപ്പിടിച്ചിട്ട് അത് വായിച്ച് അത് ഉൾക്കൊണ്ട് ജീവിക്കുക എന്നാണ് പറയേണ്ടിയിരുന്നത്. പക്ഷെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്ന് വെച്ചാൽ ഒരാൾ പഠിച്ച് അന്വേഷിച്ച് തൃപ്തിയായി ഞാനിപ്പോൾ നിലകൊള്ളുന്ന മതമല്ല, ഞാനിപ്പോൾ നിലകൊള്ളുന്ന ജീവിത ദർശനങ്ങളല്ല, ഞാനിപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന ആരാധനാ രീതികളല്ല, വിശ്വാസ രീതികളല്ല ശരി എന്ന് ബോധ്യപ്പെട്ടാൽ അത് മാറി മറ്റൊന്ന് സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാ മനുഷ്യരും നൽകുന്ന. ഫാഷിസ്റ്റുകൾ ഒഴിച്ചുള്ള ലോകത്തുള്ള എല്ലാ മനുഷ്യരും അത് അംഗീകരിക്കുന്നു, ഇന്ത്യൻ ഭരണഘടനയും അംഗീകരിക്കുന്നു. അതുകൊണ്ടാണ് ഇവിടെ പ്രബോധന സ്വാതന്ത്ര്യം നിലനിൽക്കുന്നത്, മതസ്വാതന്ത്ര്യം നിലനിൽക്കുന്നത്. പക്ഷെ ഈ കക്ഷികൾ പറയുന്നു മതം മാറ്റം എന്ന് പറഞ്ഞാൽ എന്തോ ഭീകര സംഭവമാണ്, അതാണ് ഈ രാജ്യത്തിന് ഏറ്റവും വലിയ അപകടത്തിലേക്ക് നയിക്കുന്നത്, അത് പാടില്ല. ഇതിന്റെ മുഖ്യ പ്രചാരകന്റെ പ്രഭാഷണങ്ങൾ നിങ്ങൾ കേട്ടാൽ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ശത്രു മതം മാറ്റമാണ്. എന്തിനാണ് മതം മാറ്റത്തെ പേടിക്കുന്നത്? ഒരാൾ മതം മാറ്റം നിർബന്ധിക്കപ്പെട്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ മതം മാറരുത് എന്ന് നിർബന്ധിക്കപ്പെടാനും പാടില്ല. മതം മാറാൻ വേണ്ടി നിർബന്ധിക്കാൻ പാടില്ല, മതം മാറാതിരിക്കാൻ വേണ്ടി നിർബന്ധിക്കാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ പറയുന്നത് വ്യത്യസ്ത മതവിഭാഗങ്ങൾക്ക് അവരുടേതായ കാഴ്ചപ്പാടുകളുണ്ട്. അതിനിടയിൽ മനുഷ്യർ തമ്മിലുള്ള വീക്ഷണ വ്യത്യാസങ്ങൾ ഉണ്ടാകും. അതിനുള്ളതാണ് സംവാദം. അതാണ് യഥാർത്ഥ ജനാധിപത്യഭൂതം. അതാണ് ഇസ്ലാമും മുസ്ലിങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സംവാദമാകാം. അള്ളാഹു സുബ്ഹാനഹു വ തആല മറ്റു മതവിഭാഗങ്ങളോട് സംവദിക്കാൻ ആവശ്യപ്പെടുകയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ തന്നെ ആ സംവാദം നടക്കുകയും ഒക്കെ ചെയ്ത ചരിത്രം നമുക്കറിയാം. എല്ലാം ശരിയാവുക എന്നതല്ല മാനവിക ഐക്യത്തിന്റെ നിദാനമായിട്ട് വർത്തിക്കേണ്ടത്. മറിച്ച് സ്വന്തം വിശ്വാസത്തിൽ ശരിയെന്ന ബോധ്യമുണ്ടാവുകയും കാഴ്ചപ്പാടുണ്ടാവുകയും അതോടൊപ്പം ഇത്തരം മതങ്ങളെ ബഹുമാനിക്കാനും അവരുടെ സ്വാതന്ത്ര്യത്തെ നിഷേധിക്കാതിരിക്കാനും ആശയപരമായ സംവാദങ്ങളിലൂടെ സത്യത്തിലേക്ക് ക്ഷണിക്കാനുമുള്ള ബാധ്യതയാണ് വ്യത്യസ്ത മതവിഭാഗങ്ങൾക്കുള്ളത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു വിഷയം സൂചിപ്പിക്കാനുള്ളത്, അടുത്ത സംസാരം കഴിഞ്ഞാൽ പൊതു ചോദ്യങ്ങൾക്കുള്ളൊരു സമയം ഉണ്ടാവും. അപ്പോൾ ചോദ്യങ്ങൾ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തയ്യാറായിട്ട് വെക്കുന്നുണ്ടാവും വിചാരിക്കുന്നു. വളരെ വ്യക്തമായിട്ട് വിഷയങ്ങൾ പറഞ്ഞു.
ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അവസാനമായിട്ട് ചോദിക്കുന്ന ചോദ്യം ഉണ്ടാവും. അപ്പോൾ എല്ലാവരും സാഹോദര്യത്തിന് നല്ലത്, സമൂഹത്തിലൊരു ഒരു സമാധാനം നിലനിൽക്കാനുള്ളത്, ഒരു മതനിരപേക്ഷത, മതേതരത്വം, സെക്കുലറിസം, സൗഹാർദ്ദം, ഇതൊക്കെ നിലനിൽക്കാൻ നല്ലത് ഇത്തരത്തിൽ എല്ലാ മതങ്ങളും ശരിയാണെന്ന് പറയലല്ലേ? അതുണ്ടെങ്കിൽ എല്ലാം നിലനിൽക്കുള്ളൂ. എല്ലാ മതങ്ങളിലും വിശ്വസിക്കുന്ന ആളുകൾ മറ്റു മതങ്ങൾ തെറ്റാണെന്ന് പറഞ്ഞാൽ സാഹോദര്യം മൊത്തം തകർന്നു പോലെ. അല്ലെങ്കിൽ അങ്ങനെ തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് മതനിരപേക്ഷമാകാൻ, മതേതരരാകാൻ, സൗഹാർദ്ദത്തോടു കൂടി ജീവിക്കാൻ എങ്ങനെയാണ് കഴിയുക എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ചോദ്യത്തെ ഉത്തരം പറയുന്നത് ബഹുമാനായിട്ടുള്ള അബ്ദുൽ ബാസിത്ത് സിംഗ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പലപ്പോഴും ഇത്തരം വാദങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾ ഉപയോഗിക്കുന്ന പദങ്ങൾ പോലും എത്രത്തോളം അവർ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ ആലോചിക്കാറുള്ളത്. ഈ പുസ്തകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലും വന്നിട്ടുള്ള ചർച്ചകളിൽ ബഹുസ്വരത, മതേതരത്വം, മതനിരപേക്ഷത പോലെയുള്ള കാര്യങ്ങളൊക്കെയാണ്, അത്തരം വേർഡ്സ് ഒക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ശരിക്കും ഈ വേർഡ്സ് നമ്മൾ എടുത്ത് നോക്കുക. ബഹുസ്വരത, ബഹു എന്ന് പറഞ്ഞാൽ ഒന്നിലേറെ, പലത്. സ്വരം എന്ന് പറഞ്ഞാൽ ശബ്ദങ്ങൾ. ഒന്നിലേറെ ശബ്ദങ്ങൾ ഒരു സമൂഹത്തിൽ ഉണ്ടായിരിക്കുകയും ആ ശബ്ദങ്ങളെ എങ്ങനെ സാമൂഹികമായി അവർക്ക് മനുഷ്യരെന്ന നിലയ്ക്ക് ഒരുമിച്ച് പോകാൻ സാധിക്കും എന്നുള്ള അന്വേഷണമാണ് ശരിക്കും പറഞ്ഞാൽ ബഹുസ്വരതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ നടത്തുന്നത്. ഇവർ ഈ ബഹുസ്വരത എന്ന് പറഞ്ഞിട്ട് പറയാൻ ശ്രമിക്കുന്നത് എന്താ? ഒന്നിലേറെ ഉണ്ടാവാൻ പാടില്ല, എല്ലാം ഒന്നാണ്. ഈ മതങ്ങൾ വെവ്വേറെയാണ് എന്ന് പറയുന്നത് തന്നെ ബഹുസ്വരതക്കെതിരാണത്രേ. അപ്പോ യഥാർത്ഥത്തിൽ ഇത്തരം കാര്യങ്ങളെയെല്ലാം ഏറ്റവും ഉപരിപ്ലവമായി, കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒന്നുകിൽ അങ്ങേയറ്റത്തെ കാപട്യം, അല്ലെങ്കിൽ ഈ വിഷയങ്ങളെക്കുറിച്ച് യാതൊരു ധാരണയുമില്ലാതെ മാത്രമാണ് ഇത്തരം ചില ആരോപണങ്ങളും പദപ്രയോഗങ്ങളും ഇവർക്ക് ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ. നമ്മൾ വേണമെങ്കിൽ പറയാം ഒരു ഇന്റലക്ച്വൽ ലേസിനെസ് എന്ന് പറയാം. മതങ്ങളെക്കുറിച്ച് പഠിക്കാൻ തയ്യാറല്ലാത്ത, അല്ലെങ്കിൽ ഒന്നിനെക്കുറിച്ചും ഒന്നും അന്വേഷിക്കാൻ ഞാൻ തയ്യാറാവില്ല, ഞാനൊരു ഒരു ബൗദ്ധിക ഒരു തരത്തിലുള്ള ഒരു ലേസിനെസ്, അതിലൂടെ മുന്നോട്ട് പോവുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഒരു തൊലിപ്പുറത്തുള്ള ഇത്തരം ചില വർത്തമാനങ്ങൾ മാത്രം പറയാം. യഥാർത്ഥത്തിൽ ഇവർ എന്താ ചെയ്യുന്നത്? ഒന്നായാൽ മാത്രമേ, അതായത് നിങ്ങളുടെ ആശയങ്ങൾ ഒന്നാണെങ്കിൽ മാത്രമേ ഇവിടെ നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ ബഹുസ്വരതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്ന അടിസ്ഥാനപരമായ മനുഷ്യർ വ്യത്യസ്തമായ സ്വരങ്ങൾ ഉണ്ടായിരിക്കെ തന്നെ അവർക്ക് മാനവികമായി ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കും എന്ന ആ ചിന്തയെ തന്നെയാണ് യഥാർത്ഥത്തിൽ ഇവർ ചോദ്യം ചെയ്യുന്നത്. പലപ്പോഴും ഈ മതേതരത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതാണ്, രണ്ട് തരത്തിൽ, രണ്ട് സെക്യുലറിസത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കാറുണ്ട്. വെസ്റ്റേൺ സെക്യുലറിസവും ഇന്ത്യൻ സെക്യുലറിസവും. വെസ്റ്റേൺ സെക്യുലറിസത്തിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത്, മതങ്ങളെ അവർ ചരിത്രപരമായി മനസ്സിലാക്കിയത് കുറച്ചുകൂടി വ്യത്യസ്തമായതുകൊണ്ട് തന്നെ മതരഹിതമായ ഒരു പൊതു ഇടങ്ങളുടെ സൃഷ്ടിപ്പിന് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ വെസ്റ്റേൺ സെക്യുലറിസം ശ്രമിച്ചത്. പക്ഷേ ഇപ്പോൾ വെസ്റ്റേൺ സെക്യുലറിസത്തെ നമ്മൾ കുറച്ച് കാലങ്ങൾക്ക് ശേഷം അങ്ങോട്ട് നോക്കി അവലോകനം ചെയ്യുമ്പോൾ നമ്മളവിടെ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ആ സെക്യുലറിസം ആസ് ഇറ്റ് സെൽഫ് ഒരു നാലാം മതമായി മാറുകയും മറ്റു മതങ്ങളുടെ മേൽ ആധിപത്യം ചെലുത്തുകയും ചെയ്യുന്ന ഒരു അവസ്ഥ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഒരു ഹിജാബ് കണ്ടാൽ മുറിഞ്ഞു പോകുന്ന ഒരു സെക്യുലറിസം, അല്ലെങ്കിൽ ഒരു പൊതു ഇടത്തിൽ മതചിഹ്നങ്ങൾ കണ്ടാൽ വ്രണപ്പെടുന്ന ഒരു മതം ആയി അത് മാറുന്ന ഒരു അവസ്ഥ നമ്മൾ കാണുക. അതേ അവസ്ഥ തന്നെയാണ് ഇവിടെ. എല്ലാം ഒന്നാണെന്ന് പറഞ്ഞാൽ മാത്രമേ നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കുള്ളൂ എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവരും മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ ഇന്ത്യയിൽ നമുക്ക് നമ്മുടെ രാഷ്ട്ര ശില്പികൾ അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു സെക്യുലറിസത്തിന്റെ, ഒരു മതനിരപേക്ഷതയുടെ ഒരു മോഡൽ എന്ന് പറയുന്നത് എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുകയും എന്നാൽ അതേ സമയത്ത് രാഷ്ട്രത്തിന് ഒരു മതം ഇല്ലാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അവിടെ എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുക എന്ന് പറയുമ്പോൾ തന്നെ വ്യത്യസ്തമായ മതങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതിന്റെ സ്വത്വത്തെ അംഗീകരിച്ചുകൊണ്ടാണ് ഇത് നമ്മൾ വിഭാവനം ചെയ്തിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, ഈ രൂപത്തിൽ വ്യത്യസ്തമായ സ്വരങ്ങൾ ഉണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഇവിടെയുള്ള ബഹുഭൂരിപക്ഷം ജനങ്ങളും വ്യത്യസ്തമായ രൂപത്തിൽ കാര്യങ്ങളെ കാണുന്ന, അത് ദൈവശാസ്ത്ര തലത്തിലാകട്ടെ, അല്ലെങ്കിൽ ജീവിത വീക്ഷണത്തെക്കുറിച്ചാകട്ടെ, മരണാനന്തര ജീവിതത്തെക്കുറിച്ചാകട്ടെ, എല്ലാത്തിനെക്കുറിച്ചും വ്യത്യസ്തമായ വീക്ഷണങ്ങളാണ് ഇവിടെ ഉള്ളത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അവിടെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത്രയും കാലം നമ്മുടെ സമൂഹം മുന്നോട്ട് പോയിട്ടുള്ളത് ആ വ്യത്യസ്തതകളെല്ലാം ഉള്ളതോടൊപ്പം തന്നെ, നിങ്ങൾ വ്യത്യസ്തരാണെങ്കിലും എന്റേതിൽ നിന്നും വ്യത്യസ്തമായ ഒരു ആശയമാണ് നിങ്ങൾക്കുള്ളതെങ്കിലും ഞാൻ മനുഷ്യരെന്ന നിലക്ക് നിങ്ങളെ ബഹുമാനിക്കുന്നു. മനുഷ്യരെന്ന നിലക്ക് നിങ്ങൾക്ക് എന്റേതിൽ നിന്നും വിരുദ്ധമായ ഒരു ആശയം കൊണ്ടു നടക്കാനുള്ള ഒരു സ്വാതന്ത്ര്യത്തെ ഞാൻ ബഹുമാനിക്കുന്നു എന്ന നിലക്കാണ് നമ്മൾ ഇത്രയും കാലം ജീവിച്ചു പോകുന്നത്. എന്നാൽ അതൊക്കെ മാറ്റിയിട്ട് നമ്മളെല്ലാവരും എല്ലാം പറയുന്നത് ഒന്നാണ് എങ്കിൽ മാത്രമേ ഈ സൗഹാർദ്ദവും അതുപോലെ തന്നെ സാഹോദര്യമൊക്കെ സാധ്യമാവുകയുള്ളൂ എന്ന് പറയുന്നത് ഒരു തരത്തിൽ ബഹുസ്വരതയെ ഇല്ലായ്മ ചെയ്യലാണ്. എന്ന് മാത്രമല്ല, അത് ചില തരത്തിൽ നമ്മൾ വെസ്റ്റേൺ ലോകത്തൊക്കെ കണ്ടതുപോലെ ഒരു തരത്തിലുള്ള ഒരു വെപ്പനൈസേഷൻ ആയി മാറും. ഒരു വയലൻസിനുള്ള വെപ്പനൈസേഷൻ ആയി മാറും. ഇപ്പോൾ
വെസ്റ്റേൺ ലോകത്ത് നമ്മൾ പലപ്പോഴും കാണുന്നതാണ്. ഈ സെക്യുലർ ആയ ഈ നാലാം മതത്തിന് പുറത്തുള്ള ആളുകൾ പലതരത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന അവസ്ഥ. എന്തിന്റെ പേരിൽ? അവരുടെ മതസ്വത്വം അനുസരിച്ച് ജീവിച്ചതിന്റെ പേരിൽ, അവർ ഹിജാബ് ധരിച്ചതിന്റെ പേരിൽ, അല്ലെങ്കിൽ അവർ ഏതെങ്കിലും രൂപത്തിൽ മതചിഹ്നങ്ങൾ അനുസരിച്ചോ അല്ലെങ്കിൽ മതത്തിന്റെ ഭാഗമായി ജീവിച്ചതിന്റെ പേരിൽ അവർ പീഡിപ്പിക്കപ്പെടുന്ന അവസ്ഥ വെസ്റ്റേൺ ലോകത്ത് നമ്മൾ കാണാൻ. അതേ രൂപത്തിലേക്ക് നമ്മുടെ നാടിനെയും കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം കൂടിയാണിത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കാരണം നിങ്ങൾ എല്ലാം ഒന്നാണ്, നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു സ്വത്വമുണ്ട് എന്ന് പറയുന്നത് തന്നെ പ്രശ്നമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരാൾ എന്റെ വിശ്വാസം ഇതാണ്, ഞാൻ മറ്റ് ചില കാര്യങ്ങളെ തെറ്റായി മനസ്സിലാക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അത് വലിയൊരു പാതകമായി എണ്ണപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ കൂടി ഇത്തരം കാര്യങ്ങൾ, ഒരുപക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ കേൾക്കുമ്പോൾ തമാശയായ ഒരു തരത്തിലുള്ള ഭൗതികമായ ഒരു വിലയും കൊടുക്കേണ്ടതില്ലാത്ത ആശയങ്ങളാണെങ്കിൽ പോലും പൊതുസമൂഹത്തിലേക്ക് അത് പടർത്തുമ്പോൾ ഇത്തരത്തിലുള്ള ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടെ ഞാൻ ഏകദൈവ വിശ്വാസിയാണ്. ഏകദൈവ വിശ്വാസിയായി എന്നെ സംബന്ധിച്ചിടത്തോളം സൃഷ്ടിച്ച ഉടയതമ്പുരാന്റെ മുമ്പിലല്ലാതെ ഒരാളുടെ മുമ്പിലും ഞാൻ എൻ്റെ ആരാധനകൾ അർപ്പിക്കില്ല എന്നൊരാൾ പറയുമ്പോൾ ഇത്രയും കാലം നമ്മൾ മനസ്സിലാക്കിയ ബഹുസ്വരത എന്തായിരുന്നു? ആയിക്കോട്ടെ, അയാൾ ഏകദൈവ വിശ്വാസിയാണ്, അയാൾ സൃഷ്ടിച്ച സട്ടവനെ മാത്രമേ ആരാധിക്കുള്ളൂ, അയാൾ അഗ്നിയെ ആരാധിക്കൂല, അല്ലെങ്കിൽ അയാൾ ഭൂമിയെ ആരാധിക്കില്ല, അത് അവന്റെ സ്വാതന്ത്ര്യം എന്ന് വ്യത്യസ്തമായ സ്വത്വങ്ങളെ അംഗീകരിച്ചു കൊണ്ടുപോകുന്ന ഒരു രൂപമായിരുന്നു ഇത്രയും കാലം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ, ഇനി ഈ പറഞ്ഞ സാമ്പാറുകാർ വന്നിട്ട് എല്ലാം ഒന്നാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്വത്വം പറയാൻ പാടില്ല എന്ന ഒരു വാദം കൊണ്ടുവന്നാൽ പൊതുസമൂഹത്തിൽ സംഭവിക്കാൻ പോകുന്നത് ആ സാമ്പാറിന് പുറത്തുള്ള ആളുകൾ എന്ന് വെച്ചാൽ ഇവിടെയുള്ള പലതരത്തിലുള്ള ബഹുമതങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ വിശ്വാസമനുസരിച്ച് ജീവിക്കാനുള്ള പ്രതലം അടക്കം ഇല്ലാതാക്കുകയാണ് ചെയ്യുക. ഒരു ക്രൈസ്തവൻ പറയാണ് യേശുവാണ് എൻ്റെ രക്ഷകൻ എന്ന് പറയുമ്പോൾ അങ്ങനെ പറയാ, യേശുവാണ് രക്ഷകൻ എന്നുള്ള ആ ഒറ്റ കാര്യം, യേശുവിലൂടെ മാത്രമേ രക്ഷ സാധ്യമാവുള്ളൂ, സാൽവേഷൻ സാധ്യമാകുള്ളൂ എന്ന് വിശ്വസിക്കുന്നത് തന്നെ പ്രശ്നമാണ് എന്ന തലത്തിലേക്ക് ഈ പ്രതലത്തെ മലീമസമാക്കുന്ന ഒരു അവസ്ഥ കൂടിയാണ് ഇത്തരം ചിന്താഗതികൾ കൊണ്ട് ഉണ്ടാകുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കൃത്യമായി നമ്മളെ സംബന്ധിച്ചിടത്തോളം കാപട്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് കൃത്യമായ വ്യത്യാസങ്ങളായി തന്നെ മനസ്സിലാക്കുക, ആ വ്യത്യസ്തമായി ജീവിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യത്തിനും വേണ്ടി നിലകൊള്ളുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇത്രയും കാലം നമ്മൾ എങ്ങനെ ജീവിച്ചോ അതുപോലെ തന്നെ സൗഹാർദ്ദത്തോടു കൂടി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അതിലേക്ക് വിഷം കലക്കാൻ വരുന്ന ഇത്തരം ചിന്താഗതികളെ അതിന്റെ വേരിൽ നിന്ന് തന്നെ തിരിച്ചറിഞ്ഞുകൊണ്ട് നേരിടാൻ കൂടി നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. നമ്മ മതനിരപേക്ഷത, സൗഹാർദ്ദം അത് അതുപോലെ തുടരണമെങ്കിൽ ഓരോരുത്തർക്കും അവരുടെ മതമനുസരിച്ച് ജീവിക്കാനും അതിന് ശരിയാണെന്ന് പറയാനുമുള്ള സ്വാതന്ത്ര്യ അവസരവും സ്പേസും ഒക്കെ ഈ സമൂഹത്തിൽ ഉണ്ടാവുകയാണ് വേണ്ടതെന്നാണ് അവസാനമായിട്ട് പറഞ്ഞു വെച്ചത്. ഇനി ഇപ്പൊ പറഞ്ഞ വിഷയങ്ങളിൽ അതേപോലെ തന്നെ പറയാത്ത ഈ വിഷയത്തിന്റെ മറ്റു മേഖലകളിലൊക്കെ വിശദീകരണം ആവശ്യമായതോ സംശയങ്ങളായിട്ട് നിലനിൽക്കുന്നതായിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടെങ്കിൽ ഓഡിയൻസിന് ചോദിക്കാൻ ഉള്ള സമയമാണ്. ചോദ്യമുള്ള ആളുകൾ എഴുന്നേറ്റ് നിൽക്കുകയാണെങ്കിൽ വളണ്ടിയേഴ്സ് മൈക്കെത്തിക്കും. നേരത്തെ അമീൻ മുഫ്തി അവർ പറഞ്ഞ അപകർഷത എന്ന് പറയുന്ന ഒരു സംഗതി, പ്രത്യേകിച്ചും ഈ സമീപകാലത്തായി മുസ്ലിം സമുദായത്തിന്റെ ഭാഗമായി നിലനിൽക്കുന്ന ചിലരാണ് ഇത്തരം ചിന്താഗതികൾ മുന്നോട്ട് വെക്കാൻ ശ്രമിച്ചിട്ടുള്ളത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. അവരുടെ ഭാഗം ശ്രദ്ധിച്ചാൽ അപകർഷത എന്ന് പറയുന്നത് വലിയൊരു ഘടകം തന്നെയാണ്. കാരണം സമീപകാലത്ത് ഉണ്ടായിരിക്കുന്ന വലിയ തോതിലുള്ള ഇസ്ലാമോഫോബിക് ഒരു വേവ്, അതേപോലെ തന്നെ ലിബറലിസത്തിന്റെ മറ്റൊരു വേവ്, ഈ രണ്ട് വേവിനെയും റെസിസ്റ്റ് ചെയ്യാൻ യഥാർത്ഥത്തിലുള്ള വിശ്വാസികൾ ബാധ്യസ്ഥരായിരുന്ന അല്ലെങ്കിൽ ഫേസ് ചെയ്യേണ്ട അവസ്ഥ വന്നിരുന്ന ഒരു ഘട്ടത്തിൽ അതിനോട് വിമർശനമുക്തമായ ഇസ്ലാമിനെ എങ്ങനെ ലഭ്യമാക്കാം? ഇത് മൊത്തം ഉപേക്ഷിക്കാനുള്ള ഒരു മാനസികാവസ്ഥയില്ല, ഉപേക്ഷിക്കാനുള്ള ധൈര്യമില്ല. അത്തരമൊരു ഘട്ടത്തിൽ ഇതിനെ വിടാനും വയ്യ, എന്നാൽ വിമർശനമുക്തമാക്കുകയും ചെയ്യണമെന്ന ഒരു മാനസികാവസ്ഥയിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു കോംപ്ലയൻ്റ് ആയിട്ടുള്ള ഒരു ഇസ്ലാമിനെ കെട്ടിപ്പടുക്കാൻ അവർ ശ്രമിച്ചിട്ടുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം പ്രത്യേകിച്ചും ഈ ചിന്താഗതി മുന്നോട്ട് വെച്ചിട്ടുള്ള ആളുകൾ ഇത് മാത്രമല്ല, ഇപ്പോൾ മുസ്ലിം പെൺകുട്ടികൾ തലമറക്കുന്നു, അവരുടെ ഐഡന്റിറ്റിയുടെ വലിയൊരു ഭാഗമായിട്ട് അവർ കൊണ്ടു നടക്കുന്ന, ചേർത്ത് പിടിക്കുന്ന, ഒരുപക്ഷെ അതിനുവേണ്ടി ഒരുപാട് ഫൈറ്റ് ചെയ്യുന്ന, ജനാധിപത്യ അവകാശത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ഒരു ഘടകമാണ് ഹെഡ് സ്കാർഫ് എന്ന് പറയുന്നത്. ആ ഹെഡ് സ്കാർഫ് വേണ്ടതില്ല, മതത്തിൽ അവർ യാതൊരു നിർബന്ധവും ഇല്ല എന്ന് തെളിയിക്കാനുള്ള വ്യഗ്രത എന്തുകൊണ്ടുണ്ടാവുന്നു വെച്ചാൽ അതിന്റെ റീസൺ ഇതാണ്. ഹെഡ് സ്കാർഫ് എന്ന് പറയുന്നത്, മുഖമക്കന എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തലമറക്കുക എന്ന് പറയുന്നത് ഒരു ബാധ്യതയാണ്, അതിനെ റിമൂവ് ചെയ്യുക. ഇതേപോലെ ബലി എന്ന് പറയുന്നത് ആളുകൾ വിമർശിക്കുകയും ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്യുന്ന, ചില സമയത്ത് ചോദ്യം ചെയ്യുന്ന ഒന്നാണ്. അതിന് ഇസ്ലാമിൻ്റെതായ വിശദീകരണമുണ്ട്. അത് നൽകുന്നതിന് പകരം ബലി ഇസ്ലാമിൽ ഇല്ല എന്ന് തെളിയിക്കാൻ ശ്രമിക്കുക.
ഇങ്ങനെ ഇസ്ലാമിന്റെ ഓരോ ഭാഗങ്ങളായി എന്തൊക്കെയാണോ വിമർശന വിധേയമാകുന്നത്, ഇപ്പൊ സ്ത്രീയുടെ സാമ്പത്തിക സ്വത്ത് വിഭജനവുമായി ബന്ധപ്പെട്ട വിമർശനം വരുമ്പോൾ അതങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറയാം. ഇങ്ങനെ ഒരു മോഡിഫൈഡ് ഇസ്ലാമിക വേർഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ തന്നെ സ്വർഗം, ഈ സമീപകാലത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഗാന്ധിജി ഇല്ലാത്ത സ്വർഗം എനിക്ക് വേണ്ട. ഗാന്ധിജി സ്വർഗത്തിലാണോ അല്ലേ നരകത്തിലാണോ അല്ലേ, നമ്മൾ ആരെങ്കിലും ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ ആരെങ്കിലും സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്ന് തീരുമാനിക്കാനുള്ള യാതൊരു റൈറ്റും നമുക്കില്ല, നമുക്ക് അവകാശമില്ല. ആകെപ്പാടെ മതം ഖുർആൻ അല്ലെങ്കിൽ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നവരെ മാത്രമേ നമുക്ക് അങ്ങനെ അറിയുള്ളൂ. അവർ പക്ഷെ മാനദണ്ഡങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആ മാനദണ്ഡങ്ങൾ പ്രബോധനം ചെയ്യുക, അത് മനുഷ്യരെ ബോധ്യപ്പെടുത്തുക എന്നത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഒരാളെ ബ്രാൻഡ് ചെയ്ത് സ്വർഗത്തിലാക്കലോ നരകത്തിലാക്കലോ ഉള്ള അതോറിറ്റി ഒരു മനുഷ്യനും ഇല്ല. പക്ഷെ അവർ പറയാണ് ഗാന്ധിജി സ്വർഗത്തിലല്ല എന്ന് നിങ്ങൾ പറയുന്നു എന്നതുപോലെ പറയാണ്. അവരുടെ ഒരു സ്വർഗം, ആ സ്വർഗത്തിന്റെ മാനദണ്ഡം എന്താണെന്ന് അവർ നിശ്ചയിക്കുന്നു. അത് ലിബറൽ ലോകത്തിന് അനുകൂലമായിട്ട് എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അത് ചെയ്യുന്നു. അതല്ല, സ്വർഗം ആരാണോ സൃഷ്ടിച്ചത് അവൻ തന്നെയാണ് മാനദണ്ഡവും പറയേണ്ടത്. ആ മാനദണ്ഡം നമ്മൾ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആ മാനദണ്ഡം വെച്ച് ഒരാളെയും ബ്രാൻഡ് ചെയ്യാനുള്ള അധികാരമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്തരത്തിൽ വിമർശനങ്ങൾ വരുമ്പോൾ, ലിബറലിസത്തിന്റെ ആശയങ്ങൾ കടന്നു വരുമ്പോൾ അതിനെ പ്രതിരോധിച്ച് യഥാർത്ഥ ഇസ്ലാമിനെ റെപ്രസെന്റ് ചെയ്യുന്നതിന് പകരം ചെരുപ്പിനൊത്ത് കാലുമുറിക്കുന്ന ഒരു പ്രവണതയാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നതെന്നാണ് അവരുടെ പക്ഷത്ത് നിന്ന്. കൂടെ സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം, ഇന്ന് ഈ പുസ്തകം ഇന്ന് പ്രകാശന ദിവസം ആയതുകൊണ്ട് പകുതി വിലക്ക് ലഭ്യമായിരിക്കും. പിൻവശത്ത് അല്ലെങ്കിൽ ഹാളിന്റെ പുറത്ത് അത് ലഭ്യമാണ്. അപ്പോൾ ഉപകരിക്കുന്ന ആളുകളെല്ലാം, മറ്റുള്ള ആളുകൾക്കാണെങ്കിലും സ്വന്തം ആവശ്യത്തിനാണെങ്കിലൊക്കെ ഇന്നത്തെ ദിവസം വാങ്ങുകയാണെങ്കിൽ അത് പകുതി വിലക്ക് ലഭിക്കുന്നവരെ ഓർമ്മിപ്പിക്കാം. ചോദ്യങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ എന്നിട്ട് വെക്കാം, അല്ലെങ്കിൽ വേദങ്ങളിലെല്ലാം ദൈവികമല്ല, വേദങ്ങളിലെല്ലാം ദൈവികമല്ല എന്നല്ല അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ വേദഗ്രന്ഥത്തിൽ ദൈവിക വചനങ്ങൾ ഉണ്ടല്ലോ, എല്ലാ വേദഗ്രന്ഥത്തിലും. അതൊരു സാമ്പാറാക്കിക്കൂടെ? അതാണോ ഈ ആളുകൾ പറയുന്നത് എന്നൊന്ന് വ്യക്തമാക്കോ. വേദഗ്രന്ഥങ്ങളിലെ എല്ലാ വേദഗ്രന്ഥങ്ങളിലും ദൈവിക വചനങ്ങൾ ഉണ്ടെന്ന് ഇവിടെ ചില ആളുകളൊക്കെ വിശ്വസിക്കുന്നുണ്ട്. നല്ലതുണ്ട്, ചീത്തണ്ട്, സത്യമുണ്ട്, അസത്യങ്ങളുണ്ട് എല്ലാ വേദഗ്രന്ഥങ്ങളിലും. അപ്പോൾ അതൊരു സാമ്പാറാക്കാനാണോ ഈ ആളുകൾ ശ്രമിക്കുന്നത്? എന്നിട്ട് അങ്ങനത്തെ ഒരു കൾട്ട് കൊണ്ടുവരാനാണോ? അല്ല, അത് ജനങ്ങളുടെ മുമ്പിൽ വെക്കുന്ന ന്യായമാണ് എല്ലാ വേദങ്ങളും തുല്യമാണ് എന്നുള്ളത്. അല്ലാതെ അവരുടെ ആവശ്യം അതല്ല, അവരുടെ എൻഡുകൾ മറ്റു പലതുമാണ്. പിന്നെ വേദഗ്രന്ഥങ്ങളിലൂടെ പരിശോധിച്ച് നോക്കിയാൽ പൊതുവെ കാരുണ്യം, സഹജീവിബോധം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടും. കാരണം ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് റിസാലത്ത് കിട്ടി, പിന്നെ വഹയിലൂടെ മനുഷ്യലോകത്തിന് കുറേ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. പല നാടുകളിലേക്കും കിതാബുകൾ സഹിതം പല നബിമാരും വന്നിട്ടുമുണ്ട്. അപ്പോൾ അതിന് ചില അംശങ്ങളൊക്കെ അവിടെ ഇവിടെ ഉണ്ടാവാം. പക്ഷേ എല്ലാം കറക്റ്റഡ് ആണ്. എല്ലാത്തിനും മേൽ മുഹൈമിനായിട്ടും മുസദ്ദിഖായിട്ടുമാണ് ഖുർആൻ വന്നതെന്നാണ് പറയാറ്. എല്ലാത്തിൻ്റെയും അപ്ഡേറ്റഡ് വേർഷൻ, ദ ബെസ്റ്റ്, ദ മോസ്റ്റ് അപ് ടു ഡേറ്റ് ആയ ഒരു വേർഷനായിട്ടാണ് ഖുർആൻ വന്നത്. ആ ഖുർആനാണെങ്കിൽ ഒരു വേദഗ്രന്ഥവും അതുപോലെ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇത്രയധികം അത് ഹൃദിസ്ഥമാക്കിയ, ഖുർആനെ പോലെ ഹൃദിസ്ഥമാക്കപ്പെട്ട മറ്റു ഗ്രന്ഥങ്ങളില്ലതാണ്. അപ്പോൾ അതിലെ അപ്ഡേറ്റഡ് വേർഷൻ റിവീൽഡ് ആണ്, അത് വഹി മുഖേന കിട്ടിയതാണ്. അതുകൊണ്ടാണ് നമ്മൾ അംഗീകരിക്കുന്നത്. എവിടെയെങ്കിലും പൊട്ടും പൊടികളും ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ ബൈബിളിനെ സംബന്ധിച്ചിടത്തോളം ആധുനിക യൂറോപ്യൻ വിമർശകർ തന്നെ ബൈബിളിനെ ചരിത്ര പുസ്തകം എന്ന് പോലും വിളിക്കാൻ പാടില്ല എന്നാണ് അവരെത്തിയ കൺക്ലൂഷൻ. അപ്പോൾ അത് വേറെ കുറച്ച് വിശദമായി ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. എന്തായാലും ഇവരുടെ ഉദ്ദേശം എല്ലാ മതങ്ങളിലും ചില അംശങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ പിന്നെ സാമ്പാറാക്കി കളയാമെന്നാണ്. പക്ഷെ അത് പോസിബിൾ അല്ല. കാരണം കൊഹറൻസ് കിട്ടുക, ഒരു ആശയപ്പൊരുത്തമൊന്നും ഉണ്ടാവില്ല. അതിനു വേണ്ടിയിട്ടാണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത്. അത്രമേൽ വ്യത്യസ്തതകൾ എല്ലാ മതങ്ങളിലും, അത് വേദഗ്രന്ഥമായാലും ശരി, വിശ്വാസമായാലും ശരി, ആചാരാനുഷ്ഠാനങ്ങളായാലും ശരി, എല്ലാ നിലക്കും. ഇപ്പം മനുഷ്യന്റെ എസൻസ് തന്നെ നോക്കി, മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിസ്ത്യാനിറ്റിയിൽ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആദിപാപം ചെയ്ത ആളാണ്. അതുകൊണ്ട് അതിൻ്റെ പ്രായശ്ചിത്വവും അതിന് വേണ്ടിയിട്ട്, അതിൻ്റെ അറ്റോൺമെന്റിന് വേണ്ടിയിട്ട് യേശു കുരിശിലേറിയതൊക്കെയാണ് അവർ പറയാം. ആദി പാപിയാണ് മനുഷ്യൻ. പക്ഷെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അബ്സല്യൂട്ട്ലി ഡിഫറെൻ്റ് ആണ്. ഭൂമിയിലെ അള്ളാഹുവിൻ്റെ പ്രതിപുരുഷനാണ് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം. ഖിലാഫത്ത്, ഭൂമിയിൽ മനുഷ്യൻ്റെ അള്ളാഹുവിൻ്റെ ഖലീഫയായിട്ടാണ് മനുഷ്യൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് എസെൻഷ്യലി രണ്ട് വ്യത്യാസമാണ്.
അപ്പോൾ ഒരു നിലക്കും ഇതൊന്നും യോജിപ്പിച്ച് കൊണ്ടുപോകാൻ കഴിയില്ല. ക്ലിയർ ആയി എന്ന് വിചാരിക്കും. ഇതിലേക്ക് ചോർച്ചകൊണ്ട് ഒരു സാധാരണ പറയാറുള്ള നമ്മൾ കുറെ ചോദ്യങ്ങൾ വെച്ച് അവർക്ക് ഉത്തരം കിട്ടാത്ത സ്വാഭാവികമായിട്ടും കുറെ ഉത്തരങ്ങളുണ്ട്, കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല. അവസാനം അവർ പറയാറുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ചോദ്യമായിട്ട് പാനലിസ്റ്റുകൾ മുന്നിലേക്ക് ഇടുകയാണ്. അവർ പറയാറുള്ളത് എങ്ങനെയാണ്, ഓരോ മതസ്ഥിൽ മതം അനുസരിച്ച് ജീവിക്കുന്ന ആളുകളോടും അവരോടെല്ലാം ഇസ്ലാമിലേക്ക് വരാൻ പറയുന്നതിന് പകരം, ഇസ്ലാമിലേക്ക് വരാൻ അവർ തയ്യാറാണെങ്കിൽ നല്ലതാണെന്ന് അവർ പറയട്ടോ. ഇനി അതിന് പകരം അവരോട് അവരിലേക്ക് അയക്കപ്പെട്ട പ്രവാചകനെ പിന്തുടരാനും അവർക്ക് ലഭിച്ച വേദത്തിനെ ആ അറക്കപ്പെട്ട രൂപത്തിൽ തെറ്റിതിരുത്തി അല്ലെങ്കിൽ മാനസികമായ ഇടപെടലുകൾ അതൊന്നുമില്ലാതെ ഇറക്കപ്പെട്ട രൂപത്തിൽ ആ വേദങ്ങൾ അവരിലേക്ക് എത്തിയ പ്രവാചകൻ അവരുടെ ആ മതം ഏകദൈവ ആരാധന അടക്കം വിഗ്രഹാരാധന ഇല്ലാതെ ഏകദൈവ ആരാധനയ്ക്കുള്ള ഒരു രൂപം, അത് ക്രൈസ്തവതയിലും ഹൈന്ദവതയിലൊക്കെ അതിന് ചെറിയ ചെറിയ സെക്റ്റുകളൊക്കെ കാണാൻ പറ്റും. അപ്പൊ അങ്ങനെ രൂപത്തെ പിന്തുടരാനും അവരുടെ വേദത്തിന്റെ ശുദ്ധമായ രൂപത്തെയും അവരുടെ പ്രവാചകനെയും പിന്തുടരാനും പറഞ്ഞാൽ പോരെ? അങ്ങനെ പറയുന്നതിൽ എന്താണ് തെറ്റുന്നത്? നേരത്തെ ചോദിച്ച ചോദ്യവും ഇതിനോട് തന്നെ ബന്ധിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ശരിക്കും ഇതൊക്കെ പറയുമ്പോൾ ഈ മതങ്ങൾ തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസങ്ങൾ പറയുമ്പോഴൊക്കെ ഇവർ അടുത്തൊരു കാർഡായിട്ട് ഇറക്കുന്ന ഒരു സാധനമാണിത്. വേദങ്ങൾ എന്തായാലും ദൈവികമായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. നേരത്തെ ചോദ്യത്തിൽ അത് വന്നു. ആ ദൈവികമായിട്ട് കുറെ ഭാഗങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയാം. ആ ദൈവികമായതിലേക്ക് തിരിച്ചു വിളിച്ചാൽ പോരെ എന്നുള്ളത് അവിടെ യഥാർത്ഥത്തിൽ അത് ഒരു പക്ഷെ കേൾക്കുമ്പോൾ വളരെ വിശാലമായ ഒരു ആശയമായിട്ട് തോന്നും. യഥാർത്ഥത്തിൽ അവർ അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ, അതായത് വ്യത്യസ്തമായ പ്രവാചകന്മാർക്ക് ദൈവം ഇറക്കി കൊടുത്ത വെളിപാടുകളിലേക്ക് മനുഷ്യനെ തിരിച്ചു വിളിക്കുക എന്ന വിശാലതയാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഇസ്ലാം ആ വിശാലതയാണ് പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ തന്നെ നമുക്ക് ആയത്ത് കാണാൻ സാധിക്കും, ഖുൽ യാ അഹ്ലൽ കിതാബ് തആലൗ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനകും. ആ ഒരു നമുക്ക് ഒരുമിച്ച് പോകാൻ സാധിക്കുന്ന ഒരു കോമൺ പ്ലാറ്റ്ഫോം ഉണ്ട്. ആ പ്ലാറ്റ്ഫോമിലേക്ക് നിങ്ങൾ തിരിച്ചു വരൂ എന്ന ആ വിശാലത യഥാർത്ഥത്തിൽ ഇസ്ലാം പ്രഖ്യാപിച്ചൊരു വിശാലതയാണ്. അതായത് എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ച യഥാർത്ഥ ആശയത്തിലേക്ക് നിങ്ങൾ വരൂ. അത് നിങ്ങൾ യേശുക്രിസ്തു ആകട്ടെ, മോസസ് ആകട്ടെ, എല്ലാവരും പഠിപ്പിച്ചത് അല്ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹു അല്ലാതെ എന്ന് വെച്ചാൽ ഉടയ തമ്പുരാനല്ലാതെ മറ്റാരെയും ആരാധനകൾ അർപ്പിക്കാൻ പാടില്ല, മറ്റാർക്കും ആരാധനകൾ അർപ്പിക്കാൻ പാടില്ല എന്ന ആ ഒരു കോമൺ പ്ലാറ്റ്ഫോമിലേക്ക്, കോമൺ പ്രതലത്തിലേക്ക് നിങ്ങൾ വരൂ എന്നുള്ളത് വിശുദ്ധ ഖുർആന്റെ ആഹ്വാനാണ്. അപ്പൊ ആ ഒരു നമുക്ക് കുറച്ചും കൂടി ആകർഷകമായി തോന്നുന്ന ആ ഒരു ആശയം അത് ഇസ്ലാം അടക്കം പ്രഖ്യാപിച്ചതാണ്. പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം അതല്ല ഇവർ പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സർവ്വവേദ സത്യവാദം പറയുന്ന ആളുകൾ അവര് വളരെ തമാശയാണ് സംഭവം. അവര് വേദമായി പറഞ്ഞത് ഇപ്പൊ ഇവിടെ നിലവിലുള്ള ബൈബിളും കാര്യങ്ങളൊക്കെയാണ്. ഈ ബൈബിൾ എന്താ എന്നുള്ളത് പരിശോധിക്കാൻ പോലും ഇവർക്ക് സമയം കിട്ടിയിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. ഇവര് വിചാരിച്ചെന്ന് വെച്ചാൽ ഈസാ നബിക്ക്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിന് ഖുർആൻ അവതരിക്കപ്പെട്ടതുപോലെ ഈസാ നബിക്ക് ഇങ്ങനെ നേരെ അവതരിക്കപ്പെട്ടതാണ് ഈ പറഞ്ഞ ബൈബിൾ എന്നൊക്കെയാണോ ഇവർ വിചാരിക്കുന്നതെന്ന് ഇവരെ സംസാരം കേട്ടാൽ തോന്നിപ്പോ. ബൈബിൾ ഒന്ന് തുറന്നു വെച്ചിട്ട് അതിന്റെ ഇൻഡെക്സ് ഒന്ന് വായിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം. കാരണം എന്താ, അത് പൗലോസ് അയച്ച ലേഖനങ്ങൾ എങ്ങനെയാണ് ഈസാ നബിക്ക് വഹിയായിട്ട് വന്ന കാര്യമാവുക? അപ്പോൾ അത് ബൈബിളിനെ കുറിച്ച് ഈവൻ ക്രൈസ്തവർക്ക് പോലും ആ വാദമില്ല. ക്രൈസ്തവർ പോലും പറയുന്നത് നിങ്ങൾ ഖുർആനെ മനസ്സിലാക്കുന്നത് പോലെയല്ല, അല്ലെങ്കിൽ നിങ്ങൾ ഖുർആനെ കാണുന്നത് പോലെയല്ല ഞങ്ങൾ ബൈബിളിനെ കാണുന്നതാണ്. അതൊരു ചരിത്രപരമായ ഒരു രേഖയായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. പൗലോസിന്റെ ലേഖനങ്ങൾ അതിന് ആ രൂപത്തിലാണ് ഞങ്ങൾ കാണുന്നത് എന്നാണ് ഈവൻ ക്രൈസ്തവർ പോലും ബൈബിളിനെ വിശേഷിപ്പിക്കുന്നത്. അവർക്ക് പോലും ഇല്ലാത്ത ഒരു വാദം അവരുടെ മേലെ അടിച്ചേൽപ്പിച്ചിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാപട്യം, അതിനപ്പുറത്തേക്ക് വേറൊന്നുമില്ല. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഇന്റലക്ച്വൽ ലേസിനെസ്, ബൗദ്ധികമായ ഒരു ലേസിനെസ് മാത്രമാണ് ഇത്രയും ആളുകൾ മുന്നോട്ട് വെക്കുന്നത്. അതിനപ്പുറത്തേക്ക് എല്ലാവരും ഇത്രയും കാലം ഒരുപാട് പ്രവാചകന്മാർ വന്നിട്ടുണ്ട്, അവരൊക്കെ പഠിപ്പിച്ച ഒരു യഥാർത്ഥ ആശയത്തിലേക്ക് വിളിക്കുക എന്നതാണ് ഈ വിശാലത കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഇസ്ലാമിന്റെയും അടിസ്ഥാനം എന്നുള്ളത് മനസ്സിലാക്കുക. പക്ഷെ അവിടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, പ്രായോഗികമായ പ്രശ്നം, മറ്റ് വേദങ്ങളിൽ ഏതൊക്കെയാണ് കറപ്റ്റഡ് ആയ ഭാഗങ്ങൾ, ഏതൊക്കെയാണ് ദൈവികമായ വെളിപാടുകൾ എന്ന് വേർതിരിക്കാൻ മനുഷ്യരെന്ന നിലക്ക് നമുക്ക് സാധ്യമല്ല. അവിടെ ഖുർആൻ പറയുന്നു മുഹൈമിനൻ, ഇതിനെ വേർതിരിക്കുന്നതായിക്കൊണ്ട്, അല്ലെങ്കിൽ അൽ ഫുർഖാൻ, സത്യാസത്യങ്ങളെ വേർതിരിക്കുന്നതായിക്കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ അവതരിക്കുന്നത്. അപ്പൊ നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും അവസാനത്തെ വഹീന്റെ അല്ലെങ്കിൽ ദിവ്യ വെളിപാടിന്റെ ഏറ്റവും അവസാനത്തെ എഡിഷൻ അതെന്ത് ചെയ്യാണ്, മുൻ വേദങ്ങളിൽ നിന്നും എന്തൊക്കെയാണോ കറപ്റ്റഡ് അതിനെ മാറ്റുകയും എന്താണോ ആ പ്രവാചകന്മാരെല്ലാം പഠിപ്പിച്ചത് അതിലേക്ക് ഊന്നുകയും ചെയ്യുന്ന യഥാർത്ഥ വേദം ഉണ്ട്. അത് തന്നെയാണ് യഥാർത്ഥത്തിൽ മുൻ വേദങ്ങളിലേക്ക് തിരിച്ചു വിളിക്കുക എന്ന് പറയുമ്പോൾ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്കുള്ളതെല്ലാം നേരത്തെ പറഞ്ഞതുപോലെ ഒന്നുകിൽ അവിടെ അടിസ്ഥാനപരമായി തന്നെയുള്ള കോൺട്രഡിക്ഷൻ അവിടെ വരും, അല്ലെങ്കിൽ നമ്മൾ ലേസി ആയിട്ട് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് മാത്രമാണ് അവിടെ സംഭവിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് ഒരാൾ വരും.
ഞാനിപ്പോൾ ഒരു പുസ്തകം വായിക്കാൻ വന്നു. അതായത് ഖുർആൻ അകമ്പൊരുൾ എന്ന ഒരു പുസ്തകത്തിന് ഖുർആൻ അല്ലാതെ ഇപ്പോൾ ഖുർആൻ ശേഷം റസൂലിൻ്റെ വഫാത്തിന് ശേഷം 100ഉം 200ഉം 150ഉം വർഷത്തിന് ശേഷം വന്ന ഹദീസ് പണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾ. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെയാണ് ഫോളോ ചെയ്യാൻ കഴിയും? അതിനെ ഏത് രീതിയിലാണ്, വ്യത്യസ്തമായ രീതിയിലാണ് ഓരോ ആൾക്കാർ. കാരണം റസൂലിന് ശേഷം എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഓരോ ഹദീസ് പണ്ഡിതന്മാർക്ക് വന്നിരിക്കുന്നത്, ബുഹാരി പറഞ്ഞത്. അപ്പോൾ അതിനെ അങ്ങനെ അംഗീകരിക്കാൻ പറ്റിയ ഖുർആനെ മാത്രമാണ് ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ, മറ്റത് പോകാൻ പറ്റില്ല എന്നാണ് ഈ ഖുർആൻ അകമ്പൊരുൾ പുസ്തകം വായിക്കാൻ സാധിച്ചത്. അതേക്കുറിച്ചൊരു പുസ്തകം ഇവിടെ ഖുർആൻ മാത്രം മതി. പിന്നെ ഒരു അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം വന്ന ഹദീസുകൾ എങ്ങനെ നമുക്ക് സ്വീകരിക്കാൻ പറ്റും എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. സത്യത്തിൽ ഹദീസ് എന്ന് പറഞ്ഞാൽ പിന്നെ അത് ഖുർആനിന് ശേഷം വർഷങ്ങൾക്ക് ശേഷം വന്ന ഒന്നല്ല ഹദീസുകൾ. ഹദീസുകൾ പരിശുദ്ധ ഖുർആനിൽ തന്നെ അതിനുള്ള ഒരുപാട് സൂചനകളും തെളിവുകളും പരിശുദ്ധ ഖുർആൻ നൽകിയിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ലഭിച്ചിരുന്നു. ആ വഹി ഖുർആൻ അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ലഭിച്ചിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ തന്നെ ലാ തുഹദ്രിക് ബിഹി ലിസാനക് ലി തഅജല ബിഹി ഇന്ന അലൈന ജംഅഹു വ ഖുർആന ഫഇദാ ഖറഅനാഹു ഫത്തബിഉ ഖുർആന സുമ്മ ഇന്ന അലൈന ബയാന. ഞാൻ വിശദീകരിക്കുന്നില്ല. ഖുർആൻ പാരായണം ചെയ്താൽ ആ പാരായണത്തെ താങ്കൾ ഫോളോ ചെയ്യണം. സുമ്മ ഇന്ന അലൈന ബയാന, പിന്നീട് അതിന്റെ വിശദീകരണവും നമ്മുടെ പക്കൽ നിന്ന് തന്നെയാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറയാണ്. അപ്പൊ ഈ ഖുർആന് വിശദീകരണമുണ്ട്. ആ വിശദീകരണം അള്ളാഹു നൽകിയ വിശദീകരണമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വിശദീകരണം ആളുകൾക്ക് കൊടുക്കുന്നു. അവിടെ വിശദീകരിച്ചു കൊടുക്കുമ്പോൾ, ഖുർആനിക വചനങ്ങളെ വിശദീകരിക്കുമ്പോൾ അതിൽ സ്വന്തമായിട്ടല്ല, മറിച്ച് എന്താണോ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ച ഇൻ ഹുവ ഇല്ല വഹിയൂഹ, വഹീന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാരിച്ചിട്ടുള്ളത്. അപ്പൊ ഈ വിശദീകരണങ്ങൾ, അല്ലെങ്കിൽ നമ്മളിന്ന് ഹദീസുകൾ എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, അത് സ്വഹാബികൾ രേഖപ്പെടുത്തുന്നു, അത് കൃത്യമായി അടുത്ത തലമുറയിലേക്ക് കൈമാറുന്നു. അങ്ങനെ ഒരു കണക്ഷൻ അതിനുണ്ട്. അതാണ് സനദ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇപ്പോൾ ഒരു ഹദീസ് കിട്ടിയാലും ആ ഹദീസ് കറക്റ്റ് ആണോ അല്ലേ എന്നുള്ളത് നോക്കാനുള്ള ശാസ്ത്രീയമായ മാനദണ്ഡങ്ങളുണ്ട്. അത് ആരിൽ നിന്നാണ് കേട്ടത്, പിന്നെ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരെ എത്തുന്നത് വരെ നമുക്ക് ആ ഒരു പരമ്പര മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ അതിൽ ആ പരമ്പരയിൽ ഹദീസ് നിദാന ശാസ്ത്രത്തിൽ അതിന് ചില മാനദണ്ഡങ്ങൾ വെച്ചിട്ടുണ്ട്. ആ പരമ്പരയിൽ കളവ് പറയുന്ന ആളുകൾ ഉണ്ടാവാൻ പാടില്ല, പിന്നെ അതേപോലെ തന്നെ വഞ്ചന കാണിക്കുന്ന ആളുകൾ ഉണ്ടാവാൻ പാടില്ല. അതിന്റെ തകരാറുകളൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അത്രയും കൃത്യമായ കറക്റ്റായ കുറ്റമറ്റ ആളുകൾ കൈകാര്യം ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തിയതാണ് ശരിക്ക് ഹദീസ് എന്നുള്ളത്. അപ്പൊ അതില് പിന്നെ അതിലൊരു സാങ്കേതിക പ്രശ്നമോ അല്ലെങ്കിൽ വേറുള്ള പ്രശ്നങ്ങളോ ഇല്ല. പരിശുദ്ധ ഖുർആൻ തന്നെ, ഖുർആന് വിശദീകരണമുണ്ട് എന്ന് പറയുന്നു. ആ വിശദീകരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകുന്നു. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകുമ്പോൾ അവിടെ പിന്നെ അതിലൊന്നും കൂട്ടിച്ചേർക്കാതെ ആണ് ആ വിശദീകരണം കൊടുക്കുന്നത്. പല സംഭവങ്ങളും, ഇപ്പൊ നമസ്കാരം എങ്ങനെ നമസ്കരിക്കണം, അവിടെ സുജൂദ് റുക്കൂ എങ്ങനെയായിരിക്കണം, ഇതൊക്കെ നമുക്ക് എവിടുന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്? ഖുർആൻ. അപ്പോ പിന്നെ അസ്സാരിഖു അസ്സാരിഖത്തു ഫഖ്ദഉ ഐദിയകുമ, ഒരാൾ മോഷ്ടിച്ചാൽ ഇസ്ലാമിക രാഷ്ട്ര സംവിധാനത്തിൽ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അവരുടെ കൈ മുറിക്കണം. അപ്പോൾ അത് എവിടെയാണ് മുറിക്കേണ്ടത്, എത്ര മോഷ്ടിച്ചാലാണ് മുറിക്കേണ്ടത്? അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഖുർആൻ പൊതുവായി പറയും, പക്ഷെ അതിനെ കൃത്യമായി പരിധി വെച്ചുകൊണ്ട് സംസാരിച്ചതൊക്കെ ഹദീസുകളാണ്. അപ്പോ ആ ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, അത് മറ്റുള്ള ആളുകൾ രേഖപ്പെടുത്തുന്നു, അടുത്ത തലമുറക്ക് കൈമാറുന്നു. ഇപ്പൊ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ അതിൽ ആ കണ്ണിയിൽ എവിടെയെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതടക്കം മനസ്സിലാക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ യാതൊരുവിധ പ്രയാസവും ഉണ്ടാകുന്നില്ല എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ലോകത്ത് എല്ലാ മതങ്ങളും എല്ലാ സിവിലൈസേഷനുകളും എടുത്തു നോക്കിയാൽ ഇസ്ലാമിലുള്ളതുപോലെ അറിവ് കൈമാറ്റം ചെയ്യാൻ ഒരു വ്യക്തിയുടെ കംപ്ലീറ്റ് ബയോഗ്രഫി രേഖപ്പെടുത്തി വെക്കുന്ന ഇസ്നാദ് എന്ന പേരിലുള്ളൊരു സംവിധാനം മനുഷ്യ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. സഹീഹ് മുസ്ലിമിൻ്റെ ഷറഹ് കമൻട്രി എഴുതിയപ്പോൾ, വിശദീകരണം എഴുതിയപ്പോൾ ഇമാം നവവി അതിൻ്റെ തുടക്കത്തിൽ പറയുന്നുണ്ട്,
അള്ളാഹിനെ അങ്ങനെ സ്തുതിച്ചത് അൽഹംദുലില്ലാഹില്ലദി കഥാ കഥാ സ്തുതിച്ചിട്ട് ലാസ്റ്റ് പറയുന്നത് മുഖസ്സിസു ഹാദിഹിൽ ഉമ്മ ബിഇൽമിൽ ഇസ്നാദ്, ഇൽമുൽ ഇസ്നാദ് കൊണ്ട് ഈ ഉമ്മത്തിനെ പ്രത്യേകമാക്കിയ അള്ളാഹു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഓറിയന്റലിസ്റ്റുകളൊക്കെ ഒരുപാട് സ്തംഭിച്ചു പോയ ഒരു കാര്യമാണ്. അലോയിസ് പ്രഞ്ചർ എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിലൊക്കെ ജോലി ചെയ്യുന്ന പേർഷ്യൻ ഒക്കെ അറിയുന്നൊരു ഓറിയന്റലിസ്റ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. മുസ്ലിങ്ങളുടെ ഒരു മഹത്വം എന്ന് പറഞ്ഞാൽ ഒരാളൊരു പ്രദേശത്ത് ജീവിച്ചു പോയാൽ എവ്രി 10 years വിശദീകരിക്കുന്നുണ്ട്, ഓരോ 10 വർഷവും എന്തെങ്കിലും ഒരു നാഴികക്കല്ല് അവർ രേഖപ്പെടുത്തി വെക്കും ഒരു വ്യക്തിയെക്കുറിച്ച്. എവിടെ പോകുന്നു, എവിടെ നിന്ന് പഠിക്കുന്നു, അയാൾക്ക് ഓർമ്മ നഷ്ടപ്പെട്ടത് എപ്പോഴാണ്, അയാൾ വാർദ്ധക്യം വന്നത് എപ്പോഴാണ്. അങ്ങനെ ഇത് മുഴുവൻ കളക്ട് ചെയ്താൽ ഒരു 5 ലക്ഷം മനുഷ്യരുടെ ചരിത്രം കൃത്യമായിട്ട് മുസ്ലിങ്ങളെ കയ്യിലുണ്ട് എന്നുള്ള വേറൊരു മതക്കാർക്കും അത് അവകാശപ്പെടാൻ കഴിയില്ല. അതിന് കാരണം എന്താ വെച്ചാൽ 1000 വർഷം മുമ്പത്തെ ആളുകളുടെ ചരിത്രവും മുസ്ലിങ്ങളുടെ കയ്യിലുണ്ട്. അതിന് കാരണം ആരിലൂടെ ഹദീസ് വന്നു, അറിവ് കൈമാറ്റം ചെയ്യപ്പെട്ടു എന്ന് മനസ്സിലാക്കാനുള്ള കൊണ്ടുപിടിച്ച ശ്രമത്തിന്റെ ഭാഗമായിട്ട് രേഖപ്പെടുത്തി വെച്ചതാ. ട്രാൻസ് കോണ്ടിനെന്റൽ ഇസ്നാദ് എന്നൊക്കെ പറയാറുണ്ട് ഹദീസിന്റെ അക്കാഡമിക് സ്റ്റഡിയിൽ. ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക ഈ സ്ഥലങ്ങളിലൂടെയൊക്കെ ഒരു ആലിമ സഞ്ചരിക്കുകയാണ് ഹദീസ് തേടിയിട്ട്. ഇത്ര കൃത്യമായി രേഖപ്പെടുത്തി വെക്കുന്ന സമ്പ്രദായം ഒരു സിവിലൈസേഷനും പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെയാണ് ഹദീസിനെ കുറിച്ച് അക്കാഡമിക് ആയിട്ട് തന്നെ പറയപ്പെടുന്നത്. പിന്നെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. സമയമില്ലാത്തതുകൊണ്ട് കൂടുതൽ വിശദീകരിക്കണം. അതില് ഈ ആളുകൾ പറയുന്ന ആളുകളെ പറ്റിക്കുന്ന ഒരു പരിപാടിയാണ്. ഹദീസ് ഒരു 100-200 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇത് രേഖപ്പെടുത്തി വെച്ചത്. ഇനി അങ്ങനെ പറയുമ്പോൾ ഫോലിക്കപ്പെടുന്ന ആളുകൾക്ക് മറുപടി പറയാനായിട്ട് 2 കാര്യങ്ങൾ ഞാൻ പറയാം. വിരചിതമായി ഇന്ന് നമ്മുടെ കൈവശമുള്ള ഏറ്റവും പൗരാണികമായ ഗ്രന്ഥങ്ങളിൽപ്പെട്ടതാണ് ഒന്ന് ഇമാം മാലിക്കിന്റെ അൽ മുവത്ത. ഇമാം മാലിക്കിന്റെ ഉസ്താദാണ് നാഫി. നേരെ ഉസ്താദ് നാഫിന്റെ ഉസ്താദാണ് പ്രവാചക ശിഷ്യനായ അബ്ദുല്ലാഹിബിൻ ഉമർ. എന്നുവെച്ചാൽ ഇമാം മാലിക് പറയുന്നത് എന്നോട് എൻ്റെ ഉസ്താദ് പറഞ്ഞു. അപ്പൊ നമുക്ക് ഉസ്താദുമാരുണ്ടാവുമല്ലോ, ആ ഉസ്താദിന്റെ ഉസ്താദ് ആ നാഫി ഇബ്നു ഉമർ പ്രവാചക ശിഷ്യൻ. അപ്പൊ ഇമാം മാലിക്കിന്റെയും നബൂവിന്റെയും ഇടയിൽ 2 ആളേ ഉള്ളൂ. ആ ഹദീസ് ഗ്രന്ഥം നമ്മളെ കയ്യിലുണ്ട്. ഇമാം മാലിക്കിന്റെ ശിഷ്യനാണ് ഇമാം ഷാഫി. ഇമാം ഷാഫിയുടെ ശിഷ്യനാണ് ഇമാം അഹ്മദ്. 10-30,000 ഹദീസുകളോളമുള്ള ഏറ്റവും വലിയ ഹദീസിന്റെ ഗ്രന്ഥം. ഇവർ 200 വർഷങ്ങൾക്ക് എന്നൊരു പറയുമ്പോൾ നമുക്ക് തോന്നി ശരിയാണല്ലോ. അതിൻ്റെ ഇടയിൽ ആകെ ഈ 2 പേരൊക്കെ ഉള്ളൂ. അതങ്ങനെ അത്രയും ഭദ്രമായി സൂചിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ പറഞ്ഞതുപോലെ ആ നിവേദന ശ്രേണിയെ സംബന്ധിച്ചുള്ള പഠനം വേറെ ഇരിക്കും. ഹദീസ് ഒരു രേഖയായിട്ട് പരിഗണിക്കാൻ പറ്റില്ലെങ്കിൽ ചരിത്രം ഒന്നും രേഖയായിട്ട് പരിഗണിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അഥവാ അതിന്റെ മാനദണ്ഡം പരിശോധിച്ചു കഴിഞ്ഞാൽ മറ്റേത് ചരിത്രങ്ങൾ എഴുതപ്പെട്ടതിനേക്കാൾ മാനദണ്ഡങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് ഹദീസുകൾ ക്രോഡീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഈവൻ ദുഅഫുള്ള ഹദീസ് എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റിവെക്കുന്ന ഹദീസുകൾ പോലും മറ്റു പല ആധികാരിക ചരിത്ര സ്രോതസ്സുകളേക്കാൾ ചരിത്രാന്വേഷണത്തിന്റെ മേഖലയിൽ അതിനേക്കാൾ ആധികാരികമായിരിക്കും ദുഅഫുള്ള ഹദീസുകൾ പോലും. കാരണം ഇസ്ലാമിന്റെ ഈ ഹദീസ് സ്വീകരിക്കുന്ന ഹദീസ് നിദാന ശാസ്ത്രം എന്ന് പറയുന്നത് വേറൊരു ചരിത്ര സംവിധാനവും സ്വീകരിക്കാത്തത്ര സൂക്ഷ്മമായിട്ടുള്ള മാനദണ്ഡങ്ങൾ സ്വീകരിക്കുന്ന, നേരത്തെ പറഞ്ഞ ഒരു മനുഷ്യൻ അതിന്റെ ചെങ്ങലയുള്ള ഒരു മനുഷ്യന് ആ സമയത്ത് ഒരു ഓർമ്മക്കുറവുണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ടെങ്കിൽ പോലും അത് മാറ്റിവെക്കുന്ന, അയാൾ എവിടെയെങ്കിലും കളവ് പറഞ്ഞതായിട്ടൊരു തെളിവുണ്ടെങ്കിൽ അത് മാറ്റിവെക്കുന്ന വേറെ ഏത് ചരിത്ര രേഖയിലാണ് നമുക്കത് കാണാൻ കഴിയുക? ഈ മനുഷ്യൻ ഇന്ന സമയത്ത് കളവ് പറഞ്ഞായിട്ട് ഇന്നയാൾ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അയാൾ പറഞ്ഞത് സ്വീകരിക്കാൻ പറ്റില്ല. അപ്പൊ അത്രയും ആധികാരികമായിട്ട് നോക്കുന്ന മറ്റൊരു ചരിത്ര രേഖയില്ല എന്നുള്ളതാണ്. അത് ഹദീസ് സ്വീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ചരിത്രത്തോട് മൊത്തത്തിൽ കണ്ണടക്കുക എന്നുള്ളതാണ്. വേറൊരു ചരിത്ര രേഖയും അവിടെ സ്വീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഹദീസ് നമ്മൾ തള്ളിക്കളഞ്ഞാൽ പിന്നെ എങ്ങനെ നിസ്കരിക്കുക എന്ന് പോലും അറിയാൻ കഴിയില്ല. റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളെ പറ സൊല്ലു കമാ റഅയ്തുമുനി ഉസല്ലി, നിസ്കരിച്ച് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തു. ഖുർആനിൽ എവിടെ ഇല്ലല്ലോ നിസ്കരിക്കുന്ന രൂപവും കാര്യങ്ങളൊന്നും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മുഹമ്മദ് എന്നൊരാൾ ജീവിച്ചിരുന്നിട്ടുണ്ട് എന്നത് ചരിത്രമാണ്. എങ്കിൽ അവിടുന്ന് ഈ 6236 ആയത്തല്ലാതെ വേറൊന്നും സംസാരിച്ചിട്ടില്ല എന്ന് ഏതെങ്കിലും ഒരു ബുദ്ധിയുള്ള ആൾ വിചാരിക്കുമോ? ഇല്ല. എങ്കിൽ ആ സംസാരത്തിന്റെ പേരാണ് ഹദീസ്. അതുകൊണ്ട് ചരിത്രപരമായ അനിവാര്യതയാണ് ഹദീസ് ഉൾക്കൊള്ളുക എന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇവിടെ ഈ ചർച്ച അവസാനത്തേക്കാണ്. വളരെ വ്യക്തമായിട്ട് ഇസ്ലാമിന്റെ പല തലങ്ങളെയും പറ്റി നമ്മൾ സൂചിപ്പിച്ചു, മറ്റു മതങ്ങളെ പറ്റി പറഞ്ഞു.
സാമൂഹികമായിട്ട് ഇത്തരത്തിൽ ഒരു സർവമതഭേദം പറയുകയാണ് ഇതിന്റെ സോഷ്യൽ കൊണോട്ടേഷൻസ് എങ്ങനെയായിരിക്കും, സാമൂഹികമായിട്ട് അതിന്റെ ഇമ്പാക്ട്സ് എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞു. അഥവാ ഏത് മേഖലയിൽ നോക്കുകയാണെങ്കിലും ഒരു മതം ശരിയാണെന്ന് യുക്തിപരമായിട്ട് തോന്നുന്നത്, അത് ഏത് മതം ആയിക്കോട്ടെ, ആ തോന്നുന്ന ഒരാൾക്കും സ്വീകരിക്കാൻ കഴിയാത്ത, അത് യുക്തികരമായാലും വൈകാരികമായാലും സാമൂഹികമായാലും അയാൾക്ക് ഒരു തരത്തിലും ഉപകാരപ്പെടാത്തൊരാശയമാണ് അവിടെ സാഹോദര്യത്തിനപ്പുറം മറ്റു മതസ്ഥരോടും മതമനുസരിച്ച് ജീവിക്കുന്ന ആളുകളോടൊക്കെ ഒരു വെറുപ്പും വിദ്വേഷവും, ഇവരെന്തൊക്കെയോ തെറ്റ് ചെയ്യുന്നു, നമ്മളെ സംബന്ധിച്ച് ആശയപരമായിട്ട് തെറ്റാണ് മറ്റു മതസ്ഥർ ചെയ്യുന്നതെന്ന് അറിഞ്ഞാൽ പോലും ആ മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാനും അവരോടൊരു ആദരവ് ചെയ്യാനും അവ സാമൂഹികമായിട്ടൊരു തിന്മയൊന്നും ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കാനുള്ളൊരു വിശാലമായ സ്പേസ് നമുക്കിടയിലുണ്ട്. അതിൽ ഈ ആശയം സ്വീകരിക്കുന്നിടത്തോളം, ഈ ആശയത്തിന്റെ ഒരു ആളായി മാറുന്നിടത്തോളം ബാക്കി എല്ലാവരും സാമൂഹിക തിന്മ ചെയ്യുന്ന ആളുകളായിരിക്കും. എല്ലാവരും സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകളാണ്. അവർ അവരുടെ മതം അനുസരിച്ച് ജീവിക്കുക, അവരുടെ മതം ശരിയാണെന്ന് പറയുക എന്നൊറ്റ കാര്യം കൊണ്ട് അവർ പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകളാണെന്ന് അർത്ഥം വരുന്നതാണ്. അഥവാ ഒരാൾക്ക് യുക്തിപരമായ ഒരു പൊസിഷൻ സ്വീകരിക്കുക. പിന്നെ എന്തിനാണ് യുക്തി, എന്തിനാണ് ബുദ്ധി? ഒരു കാര്യം ശരിയാണെന്ന് തോന്നിയാൽ ആ ശരിയാണെന്ന് മനസ്സിലായ കാര്യം, ശരിയാണെന്ന് തോന്നിയൊരു കാര്യം വിശ്വസിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ആചരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, അനുസരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ നമുക്കതിന്റെ ആവശ്യമില്ലല്ലോ. സ്വാഭാവികമായിട്ടും നമ്മുടെ യുക്തിയെയും വികാരത്തെയും സാമൂഹികാവസ്ഥയും ഒന്നും ആ തരത്തിൽ സഹായിക്കുന്ന ഒരു ആശയമല്ല, മറിച്ച് അതിനെല്ലാം വിരുദ്ധമായ, അതിലെല്ലാം പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന, എന്നാൽ കേൾക്കുമ്പോൾ കുറച്ച് ഒരു പഞ്ചാര വാക്കുകളൊക്കെ പറഞ്ഞ് എല്ലാവരും എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഒരുമിച്ച് കൂടിക്കാൻ, എല്ലാവർക്കും വേണ്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത്തരത്തിൽ ആളുകളെ ഈ കപടതയോടുകൂടി കപടതയിൽ ആകർഷിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള ആശയങ്ങൾ ഉപകരിക്കുന്നല്ലാതെ, അല്ലെങ്കിൽ ആ കപടതയിലുള്ള ആകർഷണം മാത്രമാണ് അതിന്റെ ഒരു പോസിറ്റീവ് എലമെന്റ് ആയിട്ട് നമുക്ക് കാണുമ്പോൾ തോന്നുന്നത്. അതിനപ്പുറത്തേക്ക് അതിന്റെ ആഴങ്ങളിൽ ഇത്തരം പ്രശ്നങ്ങൾ മാത്രമാണ് ഉള്ളത് എന്നാണ് നമ്മൾ പക്കത്തിൽ ഈ ചർച്ചയിൽ മനസ്സിലായത്. കൂടുതൽ പഠിക്കാൻ ഓരോരുത്തരും ശ്രമിക്കുക. ആ പഠിക്കാൻ വേണ്ടി ഏറ്റവും മികച്ച, ഏറ്റവും അക്കാദമിക് ആയിട്ടുള്ള വളരെ ഡെപ്തിലുള്ള വർക്കാണ് ഇന്നിവിടെ പ്രകാശനം ചെയ്യപ്പെട്ട ഈ പുസ്തകം. അത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് പ്രകാശന ദിവസമായതുകൊണ്ട് പകുതി വിലക്ക് ലഭിക്കുന്ന കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കും. 2 കൗണ്ടറിലും ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുന്ന 2 വാതിലിന്റെ അവിടെയും ഓരോ കൗണ്ടറുകൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വിഷയം ആഴത്തിൽ പഠിക്കുക എന്നുള്ളത് ഇത്തരം ആളുകൾ സമൂഹത്തിൽ ഇതിന്റെ പ്രചാരണം തുടരുന്നൊരു സമയമായതുകൊണ്ട് പ്രസക്തമായ ഒരു വിഷയമാണ്. നമ്മൾ ആയത്തിൽ പഠിക്കുകയും മറ്റുള്ളവർക്ക് അറിവ് പകരുകയും ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ഈ പുസ്തകം വാങ്ങാനും ഇന്ന് തന്നെ അത് വാങ്ങാനും അത് മറ്റുള്ളവരിലേക്കും സ്വന്തത്തിനൊക്കെ ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് ഉപയോഗിക്കാനും ഒക്കെ ഓരോരുത്തർക്കും കഴിയേണ്ടത്. അപ്പോൾ പ്രത്യേകം ഒന്നുകൂടി ഓർമ്മിപ്പിക്കാണ്. ഈ പാനൽ ഡിസ്കഷനും ഈ പ്രോഗ്രാമും ഇവിടെ അവസാനിച്ചതായിട്ട് അറിയിക്കുന്നു. നമ്മുടെ പുസ്തകം പ്രകാശനം ചെയ്തത് AP അബ്ദുസമദ് സാഹിബാണ്. ഏറ്റുവാങ്ങിയത് KRS സിറാജാണ്. അവർക്കും വ്യത്യസ്തരായിട്ടുള്ള മത പണ്ഡിതരും നേതാക്കളും സമയപ്രവർത്തകരും ഒക്കെ ഇതോടെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു, ചർച്ചയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ ഈ കൂടിച്ചേരൽ പടച്ചവനൊരു സൽക്കർമ്മമായി, പ്രതിഫലം ലഭിക്കുന്ന ഒരു കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക വലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅത്തൂബു ഇലൈക്.